ഓക്കെ, നമുക്ക് യേശുക്രിസ്തുവിന്റെ പാരബിൾസിനെ പറ്റിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ. നമ്മൾ എത്ര ക്ലാസ്സുകൾ കഴിഞ്ഞു എന്നറിയാം? ഓൾമോസ്റ്റ് ഇതില്ല. ഓക്കെ, നമ്മൾ 8 ക്ലാസ്സസ് കഴിഞ്ഞു. പാരബിൾസ് പഠിച്ച പാരബിൾസ് ഒക്കെ ഓർമ്മയുണ്ടല്ലോ അല്ലേ. അതായത് കർത്താവിന്റെ പാരബിൾസിന് ഒരു ഒരു പ്രത്യേകതയുണ്ട്. ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചിരിക്കണം. ഞാൻ ചോദ്യങ്ങൾ ചോദിക്കും. ഞാൻ പറഞ്ഞിട്ടുള്ള പറയുന്ന കാര്യങ്ങൾ കർത്താവിന്റെ ഈ പാരബിൾസിൽ നമുക്ക് ഡയറക്റ്റ്ലി നമ്മൾ ഈ പാരബിൾസ് കേൾക്കുമ്പോൾ, എല്ലാ പാരബിൾസും അല്ല, നമ്മൾ വായിച്ച മിക്ക പാരബിൾസും നമ്മൾ ഡയറക്റ്റ്ലി കേൾക്കുമ്പോൾ ആദ്യം അത് ഒരു ശരിയല്ല തോന്നുന്നത്, ഒരു ഇൻജസ്റ്റിസ് ആണെന്ന് തോന്നും. പിന്നെ നമ്മൾ പക്ഷെ ശ്രദ്ധിച്ചു വായിക്കുമ്പോൾ മാത്രമേ അത് ശരിയാണെന്ന് തോന്നുള്ളൂ. അങ്ങനെ നമുക്ക് തോന്നുന്ന പാരബിൾസ് ഏതൊക്കെയാണ്? ഏതൊക്കെ പാരബിൾസ് ആണ് നമ്മൾ അത് ആ പാരബിൾ ചെയ്തത് ശരിയല്ല എന്ന് നമുക്ക് തോന്നുന്ന പാരബിൾസ് ഏതൊക്കെയാണ്? വർക്കേഴ്സ് ഇൻ വൈൻയാർഡില് ആ എല്ലാവർക്കും ഈക്വലായിട്ട് കൊടുത്തത് ഫെയർ അല്ല നമുക്ക് തോന്നും അല്ലേ? അത് കറക്റ്റ് ആണ്. ഓക്കെ, വേറെ ഏത് പാരബിളിലാണ് തോന്നുന്നത്? സം പെട്ടെന്ന് പറയണം, എനിക്ക് സമയം. വേറെ ഏതൊക്കെ പാരബിൾ നമ്മൾ പഠിച്ചത്? അല്ല, ഞാൻ ചോദിക്കുന്ന ആൾക്കാർ. അല്ല, ഓക്കെ, ആ പാരബിൾസിൽ ഒന്നും തോന്നിയിട്ടില്ല, ഒന്നും എല്ലാം കറക്റ്റ് ആയിട്ടാണ് തോന്നിയിട്ടില്ല. ഓക്കെ, ടാലൻസ് കൊടുത്ത ഒരാള് അത് റിട്ടേൺ ചെയ്തിട്ട് അയാളെ എന്ത് പറഞ്ഞിരിക്കുന്നത്, ശിക്ഷിക്കുന്നു, നരകത്തിലോട്ട് വിടുന്നത് അല്ലേ? അതും ഒരു ഇൻജസ്റ്റിസ് ആയിട്ടാണ് തോന്നുന്നത്. വേറെ എന്തെങ്കിലും തോന്നുന്നുണ്ടോ ജൂബൽ? പാരബിൾസ് വായിച്ചതില് നമ്മൾ ഡയറക്റ്റ് വായിക്കുമ്പം ഇൻജസ്റ്റിസ് ആയിട്ട് തോന്നുന്നത്? ലോസ്റ്റ് സൺ തിരിച്ചു വരുമ്പം ലോസ്റ്റ് സണ്ണിന് ഡിസിപ്ലിൻ ഒന്നും ചെയ്യാതെ സ്വീകരിക്കുന്നത് അല്ലേ? അതും ഒരു അത്ര കറക്റ്റ് ആണെന്ന് തോന്നുന്നില്ല. കാരണം അത്രയും വീട്ടിലെ അത്രയും കാര്യങ്ങളൊക്കെ ചെയ്ത് ഒബീഡിയന്റ് ആയിട്ട് നിന്ന ഒരു പയ്യനെ അതിനേക്കാൾ കൂടുതൽ റിസീവ് ചെയ്യുന്ന പോലെ ലോസ്റ്റ് സണ്ണിനെ റിസീവ് ചെയ്ത് അല്ലേ? അതും ഒരു ഇൻജസ്റ്റിസ് ആയിട്ട് തോന്നുന്നുണ്ട് അല്ലെ? ഇങ്ങനെ പല കാര്യങ്ങളും നമുക്ക് അതിൽ ഡയറക്റ്റ് വായിക്കുമ്പം ഇൻജസ്റ്റിസ് ആയിട്ട് തോന്നും. പക്ഷെ നമ്മൾ ശ്രദ്ധിച്ചു വായിക്കുമ്പം അതിലൊന്നും ഇൻജസ്റ്റിസ് നമുക്ക് തോന്നത്തില്ല. നമ്മൾ ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ ഇതിലൊന്നും ഇൻജസ്റ്റിസ് തോന്നത്തില്ല. നമുക്കൊരു സാധാരണ കഥ പോലെ. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ സീരിയസ് ആയിട്ട് എടുക്കണം. ചുമ്മാതെ സമയം കളയാനായിട്ട് ആൾക്കാർ വരുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. കാരണം ബൈബിൾ സ്റ്റഡി ആണെങ്കിലും ബാക്കി എന്താണെങ്കിലും നമുക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നമുക്കത് മുമ്പോട്ട് ഉണ്ടാവും. ഓക്കെ, പിന്നെ പറയുന്നത് ശ്രദ്ധിച്ചിരിക്കണം. ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കും ശ്രദ്ധിച്ച് ആൻസർ പറയാനായിട്ട്. പിന്നെ ഫാരസി സിന്നറും വന്നപ്പം ആ സിന്നർ എല്ലാ സിന്നും ചെയ്ത് ആ സിന്നറിനെ പെട്ടെന്ന് ജസ്റ്റിഫൈ ചെയ്യും. ഫാരസി ജസ്റ്റിഫൈഡ് ആയിട്ട് പോകുന്നത് കാണുമ്പോൾ നമുക്കതൊക്കെ അറിയാമെങ്കിൽ നമുക്ക് അത്ര തോന്നത്തില്ല. പക്ഷെ നമുക്ക് ഡയറക്റ്റ്ലി വായിക്കുന്ന ഒരാൾക്ക് അതും ഒരു ജസ്റ്റിസ് ആയിട്ട് തോന്നത്തില്ല അല്ലേ? അത്ര നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഫാരസി ജസ്റ്റിഫൈഡ് അല്ലാതെ പോയി. മറ്റേ ആള് സിന്നർ ഞാൻ റിപ്പീറ്റ് ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ തന്നെ അയാൾ ജസ്റ്റിഫൈഡ് ആയിട്ട് പോയി. സാധാരണ നോർമൽ ആൾക്കാരാണെങ്കിൽ എന്ത് ചെയ്യും? ഫാരസിയാണ് കൂടുതൽ നല്ലതായിട്ട് കൺസിഡർ ചെയ്യുന്നത് അല്ലേ? ഇത് എന്താ കാണിക്കുന്നത് ശരിക്കും? ഇത് കാണിക്കുന്നത് നമ്മൾ സാധാരണ ചിന്തിക്കുന്ന രീതിയിലല്ല ദൈവത്തിന്റെ കിങ്ഡം ഓഫ് ഗോഡിൽ കാര്യങ്ങൾ ഡിസൈഡ് ചെയ്യപ്പെടുന്നു അല്ലെ? നമ്മൾ സീരിയസ് ആയിട്ട് നമ്മൾ നല്ലതാണെന്ന് കാണുന്ന, അല്ലെങ്കിൽ നല്ലവരാണെന്ന് ചിന്തിക്കുന്ന പലരും കിങ്ഡം ഓഫ് ഗോഡിലോട്ട് വരുമ്പം അവർ നല്ലതെല്ലാം തോന്നും. അതേസമയം നമ്മൾ സിന്നേഴ്സ് ആണെന്ന് ചിന്തിക്കുന്ന ആൾക്കാരും കിങ്ഡം ഓഫ് ഗോഡ് ദൈവത്തിന്റെ മുമ്പിൽ വരുമ്പോൾ ജസ്റ്റിഫൈഡ് ആയിട്ട് വരും. എന്താണ് അതിന്റെ കാരണം? ബൈബിളില് ദൈവത്തിന്റെ പ്രസൻസിൽ വരുമ്പോൾ ദൈവം വാല്യൂ ചെയ്യുന്ന കാര്യങ്ങളുണ്ട്. നമ്മൾ മനുഷ്യർ വാല്യൂ ചെയ്യുന്ന പോലെ അല്ല. ദൈവം വാല്യൂ ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് അറിയാം? ശരിക്കും റിപ്പൻറ്റൻസും ഹ്യൂമിലിറ്റിയുമാണ് കർത്താവ് വാല്യൂ ചെയ്യുന്നത്. അതേസമയം ദൈവം ഏറ്റവും വെറുക്കുന്ന കാര്യം എന്താണ്? ഹ്യൂമിലിറ്റിയുടെയും റിപ്പൻറ്റൻസിന്റെയും ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൽഫ് ജസ്റ്റിഫിക്കേഷനും പ്രൈഡും അല്ലെ? എന്നൊരു സിന്നറാണെന്ന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാതെ വരുന്ന എത്ര നല്ല ആളാണെങ്കിലും ഗോഡ് അയാളെ അക്സെപ്റ്റ് ചെയ്യത്തില്ല. ദൈവം എത്ര സിന്നറാണെങ്കിലും സിന്നറാണെന്ന് റിപ്പൻറ്റന്റ് ആയിട്ട് ഹമ്പിളായിട്ട് കർത്താവിൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ കർത്താവ് അക്സെപ്റ്റ് ചെയ്യും. എന്നാൽ ഇതാണ് ഈ പാരബിൾസിൽ കൂടി എല്ലാം ജീസസ് പഠിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നത്. ഇതിലെല്ലാം നമുക്ക് കാണാനായിട്ട് കഴിയും. ചില വ്യക്തികൾ, ഒന്നും കൊള്ളാത്ത ആൾക്കാർ, കഴിവില്ലാത്ത ആൾക്കാർ, ലാസ്റ്റ് മണിക്കൂറിൽ വന്ന ആൾക്കാർ, സിന്ന് ചെയ്തിട്ട് വന്ന സിന്നേഴ്സ്, അതേപോലെ തന്നെ വീട്ടിലെല്ലാം നശിപ്പിച്ചിട്ട് പുറകെ ഇറങ്ങിപ്പോയ സണ്ണ്, ഇങ്ങനെയുള്ള ആൾക്കാരെല്ലാം തിരിച്ചു വരുമ്പോഴേക്കും റിപ്പൻറ്റ് ചെയ്തിട്ട് ഹമ്പിൾ ചെയ്ത് വരുമ്പോഴേക്കും ഗോഡ് അക്സെപ്റ്റ് ചെയ്യുന്നതായിട്ടും, ബാക്കി വലിയ ഹോളിയാണെന്ന് പറഞ്ഞുകൊണ്ട്
പല കാര്യങ്ങളും ചെയ്യുന്ന ആൾക്കാർ റിജക്ട് ചെയ്യുന്നതായിട്ട് കാണും. അന്നേരം ഇതാണ് നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. എന്നിട്ട് ശ്രദ്ധിച്ച് വായിക്കുമ്പോൾ മാത്രമേ ഈ കാര്യങ്ങൾ നമുക്ക് പിടി കിട്ടത്തുള്ളൂ അല്ലേ. ഓക്കെ, എന്നാലും ഇങ്ങനത്തെ ചില കാര്യങ്ങൾ നമ്മളുടെ ക്രിസ്ത്യൻ ഫെയ്ത്തിന്റെ ചില യുണീക്നെസ് ആണ്. ബാക്കി ജനറലായിട്ട് എല്ലാ റിലീജിയനിലും ഇങ്ങനെയല്ല കാണുന്നത് അല്ലേ. എല്ലാ റിലീജിയനിലും ബാക്കി നല്ല ആൾക്കാർ നല്ലവരായിട്ടും മോശം ആൾക്കാർ മോശമായിട്ടാണ് കാണുന്നത്. അന്നേരം ക്രിസ്ത്യൻ ഫെയ്ത്തിന്റെ ഒരു യുണീക്നെസ് ആണ്. ഞാൻ ഇനി നിങ്ങളുടെ ചോദിക്കുന്നത്, നിങ്ങൾക്ക് അറിയാവുന്ന പോലെ പറഞ്ഞാൽ മതി, ക്രിസ്ത്യൻ ഫെയ്ത്തിന്റെ യുണീക്നെസ് ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, നിങ്ങൾക്ക് മനസ്സിലായിട്ടുള്ളത്? നിങ്ങൾ കുറെ നാളായിട്ട് സൺഡേ സ്കൂളൊക്കെ പഠിക്കുകയും ഞാൻ ബൈബിൾ പഠിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന ആളാണ്. അന്നേരം നിങ്ങൾക്ക് എന്താണ് ക്രിസ്ത്യൻ ഫെയ്ത്തിന്റെ യുണീക്നെസ് ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നത്? സാമിന് എന്താ തോന്നുന്നത്? അതോ ക്രിസ്ത്യൻ ഫെയ്ത്ത് യുണീക്ക് ആണോ? ഇതെല്ലാം ഒക്കെ ഞാനൊരു ക്രിസ്ത്യൻ ഫാമിലി ജനിച്ചു, സൺഡേ സ്കൂളിൽ പോകേണ്ടതുകൊണ്ട് സൺഡേ സ്കൂളിൽ പോകുന്നു, ബൈബിൾ പഠിക്കേണ്ടതുകൊണ്ട് ബൈബിൾ പഠിക്കുന്നു. ബാക്കി ചില ആൾക്കാർ വേറെ ചില മതങ്ങളിൽ ജനിച്ചു, അവരങ്ങനെ പഠിക്കുന്നു. അങ്ങനെയുള്ളൂ. എന്തെങ്കിലും യുണീക്നെസ് ഉണ്ടോ? പെട്ടെന്ന് പറയണം, എനിക്ക് സമയം അറിയില്ല. ചിന്തിച്ചിട്ടുണ്ടോ എന്തെങ്കിലും യുണീക്നെസ് ഉണ്ടോ? ചിന്തിച്ചിട്ടില്ല. കാരണം നമുക്ക് ചിന്തിക്കാത്തതിന്റെ കാര്യം എന്താ, നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് നോർമൽ എല്ലാ റിലീജിയനെയും പോലെ ഒരു റിലീജിയൻ, അത്രയേ ഉള്ളൂ. എല്ലാ റിലീജിയനെയും പോലൊരു റിലീജിയനാണോ ക്രിസ്ത്യാനിറ്റി? പിന്നെ എന്തോ പിന്നെ വ്യത്യാസം എന്താണെന്ന് അറിയത്തില്ല, ഒന്നും മനസ്സിൽ വരുന്നില്ല. എന്താണ് അന്നേരം എന്ത് വ്യത്യാസം? അതിനെപ്പറ്റി അറിയത്തേ ഇല്ല. ഓക്കെ, കുറെ കൂടെ നിങ്ങൾ സീരിയസ് ആയിട്ട് ഈ കാര്യങ്ങൾ പഠിക്കണേ. കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞില്ല, നമ്മൾ ഒരു വർഷങ്ങളോളം ബൈബിൾ പഠിച്ചിട്ട് ഒരാൾ നമ്മുടെ അടുത്ത് ചോദിക്കുകയാണ് നിങ്ങളുടെ ഫെയ്ത്ത് എന്താണ്, നിങ്ങളുടെ ഫെയ്ത്തിന്റെ യൂണീക്നെസ് എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് ഒന്നും അറിയത്തില്ലെന്ന് പറഞ്ഞാൽ ജീസസ് റിസറക്റ്റ് ആയി എന്നുള്ളതാണ് ഒരു വ്യത്യാസമായിട്ട് തോന്നുന്നത് അല്ലേ. ഓക്കെ, ജൂബലിന് എന്തെങ്കിലും തോന്നുന്നുണ്ടോ? എന്തെങ്കിലും യൂണീക്നെസ് ഓഫ് ക്രിസ്ത്യാനിറ്റി എന്തെങ്കിലും പറഞ്ഞോ, നിങ്ങൾക്ക് മനസ്സിൽ വരുന്നത് പറഞ്ഞാൽ മതി. ഇപ്പൊ നിങ്ങൾക്ക് തെറ്റാണെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഇതൊന്നും വലിയ കൃത്യം ആൻസർ ആവണമെന്നില്ല. ഇപ്പം സാം കുറച്ച് ആലോചിച്ചിട്ടാണെന്ന് പറഞ്ഞു ജീസസ് റിസറക്റ്റ് ആയി, ബാക്കിയുള്ള റിലീജിയനിലെ എല്ലാ റിലീജിയസ് ലീഡേഴ്സ് മരിച്ചിട്ട് റിസറക്റ്റ് ആയെന്നില്ല. അതൊരു യൂണീക്നെസ് ആണ്. വേറെ എന്തെങ്കിലും ഉണ്ടോ യൂണീക്നെസ് ആയിട്ട്? ഹ്യൂമൻ ഫൗണ്ടേഴ്സ് ആണ്. ഇതിലും ജീസസ് ഒരു ഹ്യൂമൻ ആയിരുന്നു. അത് ഹ്യൂമൻ അല്ല എന്നുള്ള ഒരു വലിയത്. ജീസസ് സൺ ഓഫ് ഗോഡ് ആണ്. ഓക്കെ, ഹി കെയിം ആസ് എ ഹ്യൂമൻ ബീയിങ്, ബട്ട് ദാറ്റ്സ് നോട്ട് വെരി യൂണിക് ബിക്കോസ് ഹി ഈസ് ഓൾസോ ഹ്യൂമൻ ലീഡർ എന്ന് പറയാം. ജെറലിൽ എന്തെങ്കിലും ഉണ്ടോ? എന്തെങ്കിലും തോന്നുന്നുണ്ടോ? റിസറക്ഷൻ എവിഡൻസസ് ഉണ്ട്. ഓക്കെ, ഞാൻ ഫെയ്ത്തിന്റെ യൂണീക്നെസ് ആണ് ചോദിക്കുന്നത്. ആ ഫൗണ്ടറുടെ യൂണീക്നെസ്സിനേക്കാൾ കൂടുതൽ ആ ഫെയ്ത്തിന്റെ യൂണീക്നെസ് ആണ് ഞാൻ ചോദിക്കുന്നത്. അറിയാമോ? ഓൺലൈനിലുള്ള ആർക്കെങ്കിലും പറയാമോ വൈ ക്രിസ്ത്യൻ ഫെയ്ത്ത് ഈസ് യൂണീക്ക്? പറയാമോ എന്തെങ്കിലും പ്രത്യേകത ബാക്കിയുള്ളതിൽ നിന്ന് വ്യത്യാസമായിട്ട്? ജോയൽ അറിയത്തില്ല. ഓക്കെ, ഷാരിന് പറയാമോ? ഫെയ്ത്തിന്റെ യൂണീക്നെസ് അറിയത്തില്ല. ഓക്കെ, ആർക്കും അറിയാം? പ്രത്യേകിച്ചൊന്നുമില്ല യൂണീക്നെസ്. ഓക്കെ, ഞാൻ ഈ പറഞ്ഞു തന്നിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. എല്ലാ റിലീജിയനിലും ഹെവനും ഹെല്ലും ഒക്കെ ഉണ്ട് അല്ലേ. ഹെവനും ഹെല്ലും ഇല്ലാത്ത റിലീജിയൻ വല്ലതും ഉണ്ടോ? എങ്ങനെ ഹെവനിൽ പോകുന്നത്? നോർമലി എല്ലാ റിലീജിയനും പഠിപ്പിക്കുന്നത് എങ്ങനെ ഹെവനിൽ പോകുന്ന പഠിപ്പിക്കുന്നത്? ഗുഡ് വർക്ക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഹെവനിൽ പോകും, ബാഡ് വർക്ക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഹെല്ലിൽ പോകും അല്ലേ. അതല്ലേ എല്ലാ റിലീജിയനും. ക്രിസ്ത്യാനിറ്റിയിൽ എങ്ങനെ പഠിപ്പിക്കുന്നത്? ക്രിസ്ത്യൻ ഫെയ്ത്തിൽ എങ്ങനെ പഠിപ്പിക്കുന്നത്? ഗുഡ് വർക്ക്സ് ചെയ്ത് കഴിഞ്ഞാൽ സ്വർഗത്തിൽ പോകും, ബാഡ് വർക്ക്സ് ചെയ്ത് കഴിഞ്ഞാൽ നരകത്തിൽ പോകുന്നതാണോ? പിന്നെന്താ സാം അതിൽ വ്യത്യാസം? എന്തെങ്കിലും വ്യത്യാസമുണ്ട്? ഗോഡിനെ ബിലീവ് ചെയ്യുന്നവര് ഹെവനിൽ പോകും എന്നുവെച്ചാൽ ബിലീവ് ചെയ്ത് ഗുഡ് വർക്ക്സ് ചെയ്യണം. ഗോഡിനെ ബിലീവ് ചെയ്ത് ഗുഡ് വർക്ക്സ് ചെയ്താൽ ഹെവനിൽ പോകും. അങ്ങനെയാണോ നിങ്ങൾക്ക് മനസ്സിലാക്കുന്നത്? ഹെവന് എറ്റേണൽ ലൈഫ് ലഭിക്കാനായിട്ട് സിമ്പിൾ ആയിട്ട് ചോദിക്കാം, കുറച്ചുകൂടി സിമ്പിൾ ആക്കാം. ടു റിസീവ് എറ്റേണൽ ലൈഫ്, എറ്റേണൽ ലൈഫ് ലഭിച്ചാലാണ് നമ്മൾ സ്വർഗത്തിൽ പോകുന്നത്. എറ്റേണൽ ലൈഫ് ലഭിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, എന്തൊക്കെ ചെയ്യണം? ബാക്കിയെല്ലാ ഇതിലും ഗുഡ് വർക്ക്സ് ചെയ്യണം, ബിലീവ് ചെയ്യണം,
അവരുടെ റിലീജിയസ് ലീഡറിനെ ബിലീവ് ചെയ്യണം, ഗുഡ് വർക്ക്സ് ചെയ്യണം, അങ്ങനെ എറ്റേണൽ ലൈഫ് ലഭിക്കും. ക്രിസ്ത്യാനിറ്റിയിൽ എങ്ങനെയാണ്? ജീസസിനെ ബിലീവ് ചെയ്യണം. എന്താണ് ഒന്നുകൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളതാണ്, എങ്കിൽ ഞാൻ വീണ്ടും പറയാം. നിങ്ങൾ ഇതൊക്കെ തന്നെ മനസ്സിലാക്കേണ്ടതാണ്. ഞാൻ ഇനി ഒരു ഹോംവർക്ക് ചെയ്യാം. നിങ്ങൾ അടുത്ത പ്രാവശ്യം വരുമ്പോഴേക്കും നിങ്ങൾ യൂട്യൂബിലൊന്നും നോക്കരുത്, നിങ്ങളുടെ പേരൻസിന്റെ അടുത്തും ചോദിക്കരുത്. നിങ്ങൾ സ്വയമായിട്ട് ക്രിസ്ത്യൻ ഫെയ്ത്തിന്റെ ഒരു 5 യൂണീക്നെസ്, 5 യൂണീക്നെസ് ഓൺലൈനിലുള്ളവർ എനിക്ക് വാട്സപ്പ് അയച്ചാൽ മതി. ഓക്കെ, 5 യൂണീക്ക്. നിങ്ങൾ വേറെ അടുത്തും ചോദിക്കരുത്. നിങ്ങൾ ബൈബിൾ വായിക്കുക, നിങ്ങൾ ചിന്തിച്ചു നോക്കുക, എത്ര സിമ്പിൾ ആണെങ്കിലും കുഴപ്പമില്ല. 5 യൂണീക്നെസ് ഓഫ് ക്രിസ്ത്യൻ ഫെയ്ത്ത്. നിങ്ങൾക്ക് ഇത് അറിയത്തില്ലെങ്കിൽ, നിങ്ങൾക്ക് 5 അറിയത്തില്ലെങ്കിൽ, അറ്റ്ലീസ്റ്റ് ബേസിക്കലി നിങ്ങൾക്ക് ക്രിസ്ത്യൻ ഫെയ്ത്തിന്റെ യൂണീക്നെസ് അറിയത്തില്ലെങ്കിൽ ഞങ്ങളെ ആർക്കും ഏത് റിലീജിയനിലോട്ടും കൊണ്ടുപോകാൻ പറ്റും അല്ലെ? വേറൊരാൾ വേണമെങ്കിൽ നിങ്ങളുടെ അടുത്ത് പറഞ്ഞുതരാം, നിങ്ങൾക്ക് ഈ ഞങ്ങളുടെ ഫെയ്ത്ത് ഇത്രയും സ്ട്രോങ് ആണ്, നിങ്ങളുടെ ഫെയ്ത്ത് ഇതാണെന്ന് പറഞ്ഞുതരാം. നിങ്ങൾക്ക് മനസ്സിലാവേണ്ടത്. ഓക്കെ, ഞാൻ ചില കാര്യങ്ങൾ, ബേസിക് ആയിട്ടുള്ള ചില കാര്യങ്ങൾ പറഞ്ഞുതരാം. ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾ അടുത്ത ആഴ്ച വരുമ്പോൾ നിങ്ങൾ എഴുതിക്കൊണ്ടുവരാം, ഞാൻ പറയാത്ത കാര്യങ്ങൾ. ഓക്കെ, ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ കാര്യങ്ങൾ നിങ്ങൾക്ക് പിന്നെ റിപ്പീറ്റ് ചെയ്യുന്നതിന്റെ കാര്യം. ക്രിസ്ത്യൻ ഫെയ്ത്തിൽ മാത്രമേ ഉള്ളൂ ബിലീവിങ് ഇൻ എ പേഴ്സൺ വിൽ സെക്യൂർ ദ എറ്റേണൽ ലൈഫ്, അല്ലെങ്കിൽ ഒരു വ്യക്തിയിൽ ബിലീവ് ചെയ്യുന്നതിൽ കൂടി മാത്രം എറ്റേണൽ ലൈഫ് കിട്ടാന്നുള്ളത്. വേറെ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കി എല്ലാ റിലീജിയനും പഠിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു നീഡ് ടു ബി എ ഗുഡ് മാൻ ടു എൻറ്റർ ഹെവൻ അല്ലെ? നമ്മൾ നല്ല വ്യക്തിയാണെങ്കിൽ നമ്മുടെ നല്ല സ്വഭാവത്തിന്റെ, നല്ല പ്രവൃത്തികളുടെ എല്ലാത്തിനും കൂടെ റിസൾട്ടായിട്ട് നമുക്ക് ഹെവൻ ഒരു റിവാർഡായിട്ട് കിട്ടുമെന്നാണ് ബാക്കി എല്ലാ റിലീജിയൻ പഠിക്കുന്നത്. അവരുടെ റിലീജിയസ് ലീഡേഴ്സിനെ ഫോളോ ചെയ്യണം. എങ്കിൽ പോലും ബേസിക്കലി അവർ പഠിപ്പിക്കുന്നതെല്ലാം നല്ല ആൾക്കാർ സ്വർഗത്തിൽ പോകും, ബാഡ് ആൾക്കാർ നരകത്തിൽ പോകുന്നു. അങ്ങനെ അല്ലാതെ പഠിപ്പിക്കുന്ന ഒരു റിലീജിയൻ ഉണ്ട്, പല രീതിയിലാണ്. ക്രിസ്ത്യൻ ഫെയ്ത്തിൽ മാത്രം അങ്ങനെയല്ല പഠിപ്പിക്കുന്നത്. ക്രിസ്ത്യൻ ഫെയ്ത്തിൽ പഠിപ്പിക്കുന്ന പറഞ്ഞാൽ, അല്ലെങ്കിൽ ബൈബിൾ പഠിപ്പിക്കുന്നത്, യു ആർ എ ബാഡ് മാൻ, സോ യു ആർ ഗോയിങ് ടു ഹെൽ, ആൻഡ് ഓൺലി ബിലീവിങ് ഇൻ ജീസസ് ക്രൈസ്റ്റ് യു ക്യാൻ എൻറ്റർ ഹെവൻ. അതാണ് ബൈബിൾ പഠിക്കുന്നത്. ബിലീവിങ് ഇൻ ജീസസ് ക്രൈസ്റ്റ് അലോൺ വിൽ സെക്യൂർ യു എറ്റേണൽ ലൈഫ്. അല്ലെങ്കിൽ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നതിൽ കൂടെ നമുക്ക് എറ്റേണൽ ലൈഫ് കിട്ടും. നമ്മൾ ബാഡ് ആണ് എന്ന് അക്സെപ്റ്റ് ചെയ്ത്, നമ്മൾ റിപ്പന്റ് ചെയ്ത് ജീസസ് ക്രൈസ്റ്റ് ബിലീവ് ചെയ്യുമ്പോൾ ജീസസ് ക്രൈസ്റ്റിന്റെ റൈച്ചസ്നെസ് നമുക്ക് കിട്ടി നമ്മളെ ഗുഡ് ആളാക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അതുകൊണ്ടാണ് നമ്മൾ സ്വർഗത്തിൽ പോകുന്നത്, ഇല്ലെങ്കിൽ നമുക്ക് എറ്റേണൽ ലൈഫ് കിട്ടുന്നത് അല്ലെ? അങ്ങനെയല്ലേ ബൈബിൾ പഠിപ്പിക്കുക, അങ്ങനല്ലേ പറഞ്ഞിരിക്കുന്നത് ബൈബിൾ പഠിപ്പിക്കുന്നത്. ബൈബിൾ ഞാൻ എറ്റേണൽ ലൈഫ് റിസീവ് ചെയ്യുന്നതിനെ പറ്റി പഠിപ്പിച്ചിട്ടുണ്ടല്ലോ അല്ലെ? ബിലീവിങ് ഇൻ ജീസസ് ക്രൈസ്റ്റ്, ബിലീവിങ് ഇൻ എ പേഴ്സൺ. അതേപോലെ തന്നെ ക്രിസ്ത്യൻ ഫെയ്ത്തിൽ മാത്രമേ ആ ഒരു പേഴ്സണിൽ ബിലീവ് ചെയ്യാനായിട്ട് കഴിയത്തുള്ളൂ അല്ലെ? ബാക്കി എല്ലാ റിലീജിയനിലും ആ പേഴ്സന്റെ, ആ റിലീജിയസ് ലീഡറിനെ കുറിച്ച് ബിലീവ് ചെയ്താൽ മതി അല്ലെ? നമുക്കിപ്പം റിലീജിയസ് ലീഡർ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും എന്താ പറഞ്ഞിരിക്കും, തത്വശാസ്ത്രമാണേലും ഇസംസ് ആണേലും ഒക്കെ ആ ഫൗണ്ടർ പഠിപ്പിച്ച കാര്യങ്ങൾ ഫോളോ ചെയ്താൽ മതി. ഫൗണ്ടറിൽ ബിലീവ് ചെയ്യണ്ട. ഫൗണ്ടറിൽ ബിലീവ് ചെയ്യാനും കഴിയത്തില്ല. മരിച്ചു, റെസറക്റ്റഡ് ആയിട്ടില്ല, മരിച്ച ഒരു വ്യക്തിയിൽ നമുക്കൊരു പേഴ്സണലായിട്ട് റിലേഷൻ ഒക്കത്തില്ല അല്ലെ? അതായത് ക്രിസ്ത്യൻ ഫെയ്ത്തിൽ ഒന്നാമത് ജീസസ് ക്രൈസ്റ്റിൽ ബിലീവ് ചെയ്യുകയാണ്. ജീസസ് ക്രൈസ്റ്റ് എന്ന പേഴ്സണലുമായിട്ടൊരു പേഴ്സണൽ റിലേഷനിലേക്ക് വരികയാണ്. കാരണം എന്താണ്? അതിന്റെ കാരണം ജീസസ് ക്രൈസ്റ്റ് മാത്രമേ റെസറക്റ്റഡ് ആയിട്ടുള്ളൂ. ബാക്കിയുള്ള എല്ലാ റിലീജിയസ് ലീഡേഴ്സും മരിച്ച് ഡെഡായി, അവരാരും റെസറക്റ്റഡ് ആയിട്ടില്ല. റെസറക്റ്റഡ് ആയിട്ടില്ല, ജീവിച്ചിരിക്കാത്ത ഒരാളുമായിട്ട് നമുക്കൊരു പേഴ്സണൽ റിലേഷനിലോട്ട് വരാക്കത്തില്ല. അന്നേരം ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്ത്യൻ ഫെയ്ത്തിന്റെ യൂണിക്നെസ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ പേഴ്സണൽ റിലേഷൻഷിപ്പ് വിത്ത് എ പേഴ്സൺ. ബൈ ദ പേഴ്സണൽ റിലേഷൻഷിപ്പ് വി റിസീവ് എറ്റേണൽ ലൈഫ്. നമ്മൾ എത്ര ബാഡ് ആണെങ്കിലും നമ്മൾ റിപ്പന്റ് ചെയ്ത് ആ പേഴ്സണുമായിട്ടുള്ള റിലേഷനിലേക്ക് വരുമ്പോൾ നമുക്ക് എറ്റേണൽ ലൈഫ് കിട്ടുന്നു. ആ ലൈഫിൽ കൂടി നമ്മൾ ആ വ്യക്തിയുമായിട്ടുള്ള ബന്ധത്തിലേക്ക് വരുന്നു. അതാണ് നമ്മൾ സ്വർഗത്തിലോട്ട് കൊണ്ടുപോകുന്നത് അല്ലെ? നമ്മളെ സ്വർഗത്തിൽ കൊണ്ടുപോകാൻ നമ്മുടെ ഗുഡ് വർക്ക്സ് ആണ് അല്ല. എന്താണ്? നമ്മളെ യേശു ക്രിസ്തുവുമായിട്ടുള്ള റിലേഷനാണ്. ബാക്കി എല്ലാ റിലീജിയനിലും റിലേഷനേക്കാൾ കൂടുതൽ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണ്. ഇന്നർ റൂൾസ് ഫോളോ ചെയ്യുക, ഇന്നർ റെഗുലേഷൻസ് ഒക്കെ ചെയ്യുക, നന്നായിട്ട് ജീവിക്കുക, അതുവഴി നിങ്ങൾ സ്വർഗത്തിലേക്ക് പോകും. പക്ഷെ ഇവിടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അല്ല, ഇറ്റ്സ് എ റിലേഷൻ വിത്ത് എ പേഴ്സൺ. ആ പേഴ്സണുമായിട്ടുള്ള റിലേഷനിലോട്ട് വരുമ്പോൾ നമുക്ക് എറ്റേണൽ ലൈഫ് റിസീവ് ചെയ്യുന്നു. ആ എറ്റേണൽ ലൈഫ് ഉള്ള ആൾക്കാരെല്ലാം ജീസസ് ക്രൈസ്റ്റിന്റെ കൂടെ കർത്താവിൽ നിന്ന് പോകും. അപ്പൊ പിന്നെ ഗുഡ് വർക്ക്സിന്റെ പ്രസക്തി എന്താണ്, അല്ലെങ്കിൽ അതിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്? എന്തിനാ ഗുഡ് വർക്ക്സ് ചെയ്യുന്നത്? നമ്മളിൽ ഉള്ള ആ റിലേഷന്റെ ഭാഗമായിട്ട് നമ്മൾ ചെയ്യുന്നതാണ് ഗുഡ് വർക്ക്സ്. അതിനനുസരിച്ചിട്ടാണ് നമുക്ക് സ്വർഗത്തിൽ ചെല്ലുമ്പോൾ നമുക്ക് അതിനുള്ള പ്രതിഫലമൊക്കെ ഉള്ളത്. പക്ഷെ ആ ഗുഡ് വർക്ക്സും ആ റിലേഷനുമായിട്ട് ബേസ്ഡ് ആണ്.
ആ റിലേഷൻ, നമ്മളൊരാളുമായിട്ട് റിലേഷനിൽ വരുമ്പോൾ, ഒരു ഭാര്യയും ഭർത്താവുമായിട്ടുള്ള സ്നേഹത്തിൽ വരുമ്പോൾ ആ സ്നേഹത്തിൽ നിന്നുണ്ടാവുന്ന വർക്ക്സ് ആണ്. അല്ലാതെ നമുക്ക് സ്വർഗത്തിൽ പോകാൻ വേണ്ടി ചെയ്യുന്ന കാര്യമല്ല. നമുക്ക് എറ്റേണൽ ലൈഫ് കിട്ടാൻ വേണ്ടിയിട്ടല്ല ഗുഡ് വർക്ക്സ്, എറ്റേണൽ ലൈഫ് കിട്ടിയത് കൊണ്ടാണ് ഗുഡ് വർക്ക്സ്. ഓക്കെ, എന്നാൽ ഈ രണ്ട് കാര്യങ്ങൾ അറ്റ്ലീസ്റ്റ് യൂണീക്ക് ആണ്. ബാക്കി എല്ലാ റിലീജിയനിൽ നിന്നും വ്യത്യാസമാണ്. ബാക്കി എല്ലാ റിലീജിയനിലും ആ ഫൗണ്ടറിനെ പറ്റി ബിലീവ് ചെയ്യുക, ആ ഫൗണ്ടർ പഠിപ്പിച്ച കുറെ കാര്യങ്ങൾ ഫോളോ ചെയ്യുക, കുറെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ചെയ്യുക, നല്ലതായിട്ട് ജീവിക്കുക. അങ്ങനെ അവസാനം അതിന്റെ ഒരു റിസൾട്ടായിട്ട്, ഒരു റിവാർഡായിട്ടാണ് സ്വർഗത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് പറ്റുന്നത്, അല്ലെങ്കിൽ എറ്റേണൽ ലൈഫ് കിട്ടുന്നത്. ഇവിടെ അങ്ങനെ റിവാർഡല്ല, ഇറ്റ്സ് എ ഗിഫ്റ്റ്. നമ്മൾ റിപ്പന്റ് ചെയ്ത് യേശു ക്രിസ്തുവിൽ ബിലീവ് ചെയ്യുമ്പോൾ ആ യേശു ക്രിസ്തു നമുക്ക് എറ്റേണൽ ലൈഫ് ചെയ്യുന്നു. യേശു ക്രിസ്തുമായിട്ട് റിലേഷനിലോട്ട് വരുന്നു. ആ റിലേഷന്റെ ബേസിൽ നമ്മൾ ഗുഡ് വർക്ക്സ് ചെയ്യുന്നു. നമ്മളിൽ കൂടെ ജീസസ് തന്നെ പ്രവർത്തിക്കുന്നു. അതാണ് ഇതിലുള്ള ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾ ചിന്തിച്ചിട്ട് നിങ്ങൾ എന്തെങ്കിലും ഒരു 5 പോയിന്റ്സ് നിങ്ങൾ അടുത്ത ആഴ്ച വരുമ്പോഴേക്കും കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ടോ, വേറെ ആരുടെയും ഹെൽപ്പ് ഇല്ലാതെ തന്നെ. ഓക്കെ, നമ്മൾ അടുത്തൊരു പാരബിളിലോട്ട് പോവാം. ലൂക്ക് ചാപ്റ്റർ 16. ലൂക്ക് ചാപ്റ്റർ 16 പാരബിൾ നിങ്ങൾക്ക് അറിയാവുന്നതാണ്, വായിച്ചിട്ടുണ്ടോ? പാരബിൾ എന്ന് പറയുന്നത് ഒരു അൺഫെയ്ത്ത്ഫുൾ ആയിട്ടുള്ള ഒരു സ്റ്റുവാർഡ് അല്ലെങ്കിൽ ഒരു മാനേജറുടെ പാരബിളാണ്. അറിയാമോ നിങ്ങൾക്ക് ഈ പാരബിൾ? വായിച്ചിട്ടില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? ഞാൻ പറഞ്ഞിരുന്ന ഈ പാരബിൾസ് ഒക്കെ നിങ്ങൾ വായിച്ചു, സാമിന് അറിയാമോ? വായിച്ചിട്ടില്ല? ഓക്കെ, പാരബിൾസ് വായിക്കണം കേട്ടോ. നിങ്ങൾ ഇനിയും അടുത്ത ആഴ്ച വരുമ്പോഴേക്കും ഞാൻ റിപ്പീറ്റ് ചെയ്യാനായിട്ട് സമയം, നിങ്ങൾക്ക് നിങ്ങളുടെ ബൈബിളിന്റെ ബാക്കിൽ കാണും ജീസസിന്റെ പാരബിൾസ് എന്തൊക്കെയാണെന്നുള്ളത്. അത് നിങ്ങൾ വായിച്ചിട്ട് വേണം. ഓക്കെ, ഇനി ഞാനത് പാരബിൾസ് വായിച്ച് നിങ്ങൾ റിപ്പീറ്റ് ചെയ്തത്, കാരണം നിങ്ങൾ കുറെ നാളുകളായിട്ട് സൺഡേ സ്കൂളൊക്കെ പഠിക്കുന്നത്. ബാക്കി ആരെങ്കിലും ഉണ്ടോ വായിക്കാത്തവര്? ഈ പാരബിള് വായിച്ചിട്ടില്ല? ഓക്കെ, ഈ പാരബിള് ഞാൻ ചുരുക്കി പറയാം, ഫുള്ളായിട്ട് വായിക്കാനായിട്ട് എനിക്ക് ടൈമില്ല. അന്നേരം ഒരു ജീസസ് വേറൊരു പാരബിൾ പറയുന്നതിന്റെ തുടർച്ചയായിട്ടാണ് ഈ പാരബിൾ പറയുന്നത്. ലൂക്ക് ചാപ്റ്റർ 15 ജീസസ് പറയുന്ന പാരബിൾസ് ഏതൊക്കെയാണ്? ലോസ്റ്റ് സൺ, ലോസ്റ്റ് ഷീപ്പ്, ലോസ്റ്റ് കോയിൻ, ലോസ്റ്റ് ഷീപ്പ്, ലോസ്റ്റ് സണ്ണിന്റെ ആ പാരബിളിന്റെ തുടർച്ചയായിട്ട് പറയുന്ന പാരബിളാണ് ഈ പാരബിൾ. ഈ പാരബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീസസ് പറയാണ്, പിന്നെ അവൻ അവരോട് പറഞ്ഞത്, ധനവാനായ ഒരു മനുഷ്യനും ഒരു കാര്യവിചാരകനുണ്ടായി. Then he said to his disciples, there was a rich man who had a manager. There was a rich man എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങുന്ന വേറെ പാരബിൾസ് വരെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഉണ്ടോ? റിച്ച് മാനെ പറ്റി പറയുന്ന പാരബിൾസ്? റിച്ച് മാൻ എന്ന് അല്ല പറയുന്നത്. there was a rich man എന്ന് പറഞ്ഞ് തുടങ്ങുന്ന പാരബിൾ കേട്ടിട്ടുണ്ട്? റിച്ച് മാൻ എന്ന് ലാസറസ് എന്ന് കേട്ടിട്ടുണ്ട്? അതിലും തുടങ്ങുന്നത് there was a rich man എന്ന് പറഞ്ഞിട്ടാണ്. ഓക്കെ, വേറൊരു റിച്ച് ഫൂളിനെ പറ്റി ജീസസ് പറഞ്ഞിട്ട് പാരബിൾ അറിയാമോ? കേട്ടിട്ടുണ്ട്? ഒരു റിച്ച് മാൻ കുറെ സ്ഥലങ്ങളൊക്കെ വാങ്ങിച്ചു, കൃഷിയൊക്കെ ചെയ്തു, കുറെ നിലമൊക്കെ വിളയിച്ചു, എന്നിട്ട് മരിക്കാൻ നേരത്ത് കൂടുതലായിട്ട് ഫാംസ് ഒക്കെ ഉണ്ടാക്കി, അല്ലെങ്കിൽ ബാൺസ് ഒക്കെ ഉണ്ടാക്കുമെന്ന് പറഞ്ഞു. അതും ഒരു റിച്ച് മാനെ പറ്റി. ഇത് വേറൊരു റിച്ച് മാനെ പറ്റിയാണ്. ഈ റിച്ച് മാൻ ഒരു മാനേജർ ഉണ്ടായിരുന്നു. ആ മാനേജർ എന്ത് ചെയ്തു? മാനേജർ ഈ റിച്ച് മാന്റെ കാര്യങ്ങളെല്ലാം നോക്കി നടത്തുന്ന മാനേജറായിരുന്നു. ആ മാനേജർ ഈ റിച്ച് മാന്റെ വസ്തുവകകളൊക്കെ മിസ്യൂസ് ചെയ്യാനായിട്ട് തുടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോഴേക്ക് ഈ റിച്ച് മാൻ ഈ കാര്യം ബാക്കിയുള്ളവരും അറിഞ്ഞു. അന്നേരം ഈ റിച്ച് മാൻ ഈ മാനേജറെ വിളിച്ചിട്ട് പറയാണ്, നിന്നെ കുറിച്ച് ഈ കേൾക്കുന്ന എന്ത്? നിന്റെ ഈ കാര്യവിചാരകത്തിന്റെ അല്ലെങ്കിൽ നിന്റെ ഈ കാര്യങ്ങളുടെ ഒക്കെ നിന്റെ കണക്കുകൾ എന്നെ ഏൽപ്പിക്കാനായിട്ട് പറഞ്ഞു. നിന്റെ മാനേജ്മെന്റിന്റെ അക്കൗണ്ട്സ് എന്നെ ഏൽപ്പിക്കാനായിട്ട് പറഞ്ഞു. എന്നെ കണക്ക് ഏൽപ്പിച്ചു കൊടുക്കുക. നിന്നെ ഈ കാര്യവിചാരകത്തിൽ നിന്റെ മാനേജർ സ്ഥാനത്ത് നിന്ന് ഞാൻ ഡിസ്മിസ് ചെയ്യാനായിട്ട് പോവാണ്. ഓക്കെ, ഇതാണ് ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട്. അന്നേരം ഈ മാനേജർ എന്ത് ചെയ്തു? മാനേജർക്ക് പെട്ടെന്ന് മനസ്സിലായി ഇയാളുടെ ജോലി പെട്ടെന്ന് പോകാനായിട്ട് പോവാണ്. അന്നേരം ഇയാൾ സ്വയം പറയാണ്, ഞാൻ എന്ത് ചെയ്യും? യജമാൻ എന്നെ കാര്യവിചാരകത്തിൽ നിന്നെ മാനേജർ സ്ഥാനത്ത് നീക്കുവാൻ പോകുന്നു. എനിക്ക് കിളയ്ക്കുവാൻ എനിക്ക് പ്രാപ്തിയില്ല, ഇരയ്ക്കുവാൻ ഞാൻ നാണിക്കുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് മാനേജർ സ്ഥാനത്തു നിന്നൊക്കെ ജോലി എന്ന് പറഞ്ഞു വിട്ട് കഴിഞ്ഞാൽ പിന്നെ ഇയാൾക്ക് വേറെ പണിയൊന്നും അറിയത്തില്ല. ഇയാൾ എന്ത് ചെയ്യണം? ഇയാൾ പോയി പറമ്പിൽ പോയി കിളയ്ക്കാനായിട്ട് ഇയാൾക്ക് ആരോഗ്യമില്ല. ഇയാൾക്ക് പിന്നെന്ത് ഉള്ള ഓപ്ഷൻ? കിളയ്ക്കാനും പണിയൊന്നും ചെയ്യാൻ വയ്യാത്തവർ എന്ത് ചെയ്യും? എന്ത് ചെയ്യാൻ പറ്റത്തില്ലെന്ന് അവിടെ പറയുന്നത് പാരബിളിൽ. ആ പാരബിളിൽ എന്താ പറയുന്നത്? ഡിഗ് ചെയ്യാൻ പറ്റത്തില്ല. I am ashamed to
അന്നേരം രണ്ടാമത് പറഞ്ഞാൽ ബെഗ് ചെയ്യണം. ബെഗ് ചെയ്യാനായിട്ട് ഇയാൾ അക്ഷയം പോകും. എന്നിട്ട് ഇത് രണ്ടും ചെയ്യാൻ പറ്റാത്തപ്പോൾ ഇയാൾ എന്ത് ചെയ്തു? ഇയാള് ബുദ്ധിപൂർവ്വമായിട്ട് ഒരു കാര്യം ചെയ്യാം. ഓക്കെ, എന്നിട്ട് ഇയാൾ പറയാണ്, എന്നെ കാര്യവിചാരത്തിൽ ഇറക്കുവാൻ ഞാൻ നാണിക്കുന്നു. എന്നിട്ട് പറയാണ്, ഞാൻ എന്ത് ചെയ്യേണ്ടു എന്ന് എനിക്കറിയാം. ഇയാൾക്ക് ഒരു ബുദ്ധിപൂർവ്വം അയാളുടെ കാര്യം ചെയ്യണം. എന്നെ കാര്യകാര്യത്തിൽ നീക്കിയാൽ അവർ തങ്ങളുടെ വീടുകൾ ചേർക്കുവാൻ തക്കവണ്ണം ഞാൻ ചെയ്യേണ്ടത് എന്ത് എന്ന് എനിക്കറിയാമെന്ന് ഉള്ളുകൊണ്ട് പറഞ്ഞു. ഇയാൾ എന്ത് പറയാണ്? ഇയാൾ പറയാണ്, എന്നെ മാനേജർ സ്ഥാനത്ത് നിന്ന് പറഞ്ഞു വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് ജീവിക്കാനായിട്ട് ഒരു മാർഗം കണ്ടുപിടിക്കണം. അതിന് ബുദ്ധിപൂർവ്വമായിട്ടൊരു വയസ്സായിട്ടൊരു കാര്യം ചെയ്യാനായിട്ട് ഞാൻ പോവാണെന്ന് പറഞ്ഞു. എന്നിട്ട് ഇയാൾ വയസ്സായിട്ടൊരു കാര്യം ചെയ്തു. അപ്പൊ ഞാൻ ഈ പാരബിളിൽ നിങ്ങൾ ഇത് വായിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഞാനിത് പറയുന്നത് പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അതുകൊണ്ട് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ പാരബിൾസ് വായിച്ചിട്ട് വരണമെന്ന് പറയുന്നത്. പാരബിൾസ് വായിച്ചിട്ട് വന്നെങ്കിൽ മാത്രമേ എനിക്ക് കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ആദ്യമായിട്ട് ഇത് കേൾക്കുന്ന ഒരാളുടെ ഇതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണ്. ഞാൻ പറയുന്നത് കൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്, ഇത് കുറച്ചുകൂടി നിങ്ങൾ ബൈബിൾ സ്റ്റഡി സീരിയസ് ആയിട്ട് എടുക്കണം. പാരബിൾസ് വായിച്ചിട്ട് വരാനായിട്ട് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളിൽ വായിച്ചിട്ട് നിങ്ങൾക്ക് മനസ്സിലാകാത്താണെങ്കിൽ എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, എന്നിട്ട് ഇയാളൊരു ബുദ്ധിപൂർവ്വമായിട്ടൊരു കാര്യം ചെയ്യണം. ഇയാൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മാനേജർക്ക് പൈസയല്ല, അന്നത്തെ കാലം എന്ന് പറഞ്ഞാൽ പൈസയല്ല കൊടുക്കാനുള്ളത്. മാനേജർക്ക് കുറെ സാധനങ്ങൾ കൊടുക്കാനുള്ള ബാക്കിയുള്ള ആൾക്കാരുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരു കമ്പനിയിൽ കോൺട്രാക്ടേഴ്സ് കാണുമല്ലോ, ആ കോൺട്രാക്ടേഴ്സ് പൈസ കൊടുക്കാനുള്ള കോൺട്രാക്ടേഴ്സ് ഉള്ളതുപോലെ ഈ മാനേജർക്ക് പണം കൊടുക്കാനായിട്ടും സാധനങ്ങൾ കൊടുക്കാനായിട്ടും കുറെ ആൾക്കാരുണ്ട്. എന്നിട്ട് ഇവരുടെ രണ്ടുപേരുടെ ഇടയ്ക്ക് നിൽക്കുന്ന ആളാണ് അല്ലെ ഈ ഓണർ, റിച്ച് മാൻ. ഇതിന്റെ ഇടയ്ക്ക് നിൽക്കുന്ന ആളാണ് ഈ മാനേജർ. എന്നിട്ട് ഇയാൾ എന്ത് ചെയ്തു? ഈ മാനേജർ എന്ത് ചെയ്തു? ഈ ബാക്കിയുള്ളവരെ വിളിച്ചു. ബാക്കിയുള്ളവരെ ഓരോരുത്തരായിട്ട് വിളിച്ചിട്ട് ഒരാളുടെ അടുത്ത് ചോദിച്ചു, നിനക്ക് എത്രയാണ് ഈ ഓണർക്ക് കൊടുക്കാനുള്ള സാധനങ്ങളൊന്നും ചോദിച്ചു. എന്നിട്ട് ആദ്യത്തെ ആളെന്താ പറഞ്ഞു? അഞ്ചാമത്തെ വാക്യം, അഞ്ചാമത്തെ വാക്യം വായിച്ചേ. പിന്നെ യജമാനന്റെ കടക്കാരിൽ ഓരോരുത്തരെ വിളിച്ചു. ഒരുത്തനോട്, നീ യജമാനന് എത്ര കടം പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചു. അന്നേരം അവൻ എന്ത് പറഞ്ഞു? വേഴ്സ് 6. ആൻഡ് ഹി സെഡ്, വേഴ്സ് 6, 100 measures of oil എന്ന് പറഞ്ഞാൽ 100 കുടം എണ്ണ എന്ന് പറയും. അന്നേരം എന്ത് ചെയ്തു? അവൻ അവരോട്, നിന്റെ കൈച്ചീട്ട് വാങ്ങി വേഗം ഇരുന്ന് 50 എന്ന് എഴുതുക എന്ന് പറഞ്ഞു. അല്ലെ, എന്തോ എഴുതിയിരിക്കുന്നത് ഇംഗ്ലീഷിന്? കുറച്ച് എഴുതാനായിട്ട് പറഞ്ഞു. അതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? ഓക്കെ, 50 എന്ന് എഴുതുന്നതുകൊണ്ട് എന്തോ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? വാട്ട് ഡസ് ഇറ്റ് മീൻ? അല്ല, അത് പറഞ്ഞ എന്തോ വായിച്ചിട്ട് മനസ്സിലാവുന്നത് ഞാൻ ചോദിക്കുന്നല്ലോ. അതുകൊണ്ട് ഞാൻ പറഞ്ഞേ ഇത് വായിച്ചിട്ട് വരണമെന്ന് പറഞ്ഞത്. വായിച്ചിട്ട് വന്നെങ്കിൽ മാത്രമേ മനസ്സിലാവും. ഓക്കെ, സാധാരണ പറഞ്ഞു. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? മനസ്സിലായില്ല. ഓക്കെ, അന്നേരം ഇയാളുടെ അടുത്ത് പറയാണ്, ഇയാൾ 100 കുടം എണ്ണ കൊടുക്കാനായിട്ടുണ്ട്. ഓക്കെ, അന്നേരം ഇയാളുടെ അടുത്ത് ഒന്ന് ചീട്ട് വാങ്ങി, അതിൽ ഒരു ഇത്രയും കൊടുക്കാനുണ്ടെന്നുള്ളതുണ്ട്. അത് വെട്ടിയിട്ട് 50 എന്ന് എഴുതാം. 50 എന്ന് എഴുതുമ്പോൾ ആർക്കാണ് ഇത് ലാഭം കിട്ടുന്നത്? ആർക്ക്? കൊടുക്കാനുള്ള ആൾക്ക് 50 കൊടുത്താൽ മതി അല്ലെ. ഇപ്പൊ എനിക്ക് ഒരാൾക്ക് 1000 രൂപ കൊടുക്കാനുണ്ട്. അന്നേരം എൻ്റെ അടുത്ത് ആ കമ്പനിയുടെ മാനേജർ വിളിച്ചിട്ട് പറയാണ്, വെട്ടിയിട്ട് 1000 കൊടുക്കാനുണ്ടെന്ന് എഴുതണ്ട, 10 രൂപ കൊടുക്കാനുണ്ടെന്ന് എഴുതാന്ന് പറയും. അന്നേരം എനിക്ക് എത്ര കിട്ടും ലാഭം? 1000 നിന്ന് 10 കുറച്ച് കഴിഞ്ഞാൽ എത്ര? 990 രൂപ എനിക്ക് ലാഭമാണ്. ഇല്ലെങ്കിൽ 500 എന്ന് എഴുതിയാലും 500 രൂപ എനിക്ക് ലാഭമാണ്. മനസ്സിലായി ഞാൻ പറഞ്ഞത്? മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, അന്നേരം ആർക്കാണ് ലാഭം കിട്ടുന്നത്? ആർക്കാണ് നഷ്ടം വരുന്നത്? ഓണർക്ക് നഷ്ടം വരുന്നു, കൊടുക്കാനുള്ള ആൾക്ക് ലാഭം. ഇങ്ങനെ ഈ ലാഭം ഉണ്ടാക്കി കൊടുക്കാനുള്ള ആൾക്ക്. രണ്ടാമത്തെ ആളെയും വിളിച്ചിട്ട് അയാളെ വിളിച്ചിട്ട് പറയാണ്, അടുത്ത വാക്യം വേഴ്സ് 7. രണ്ടാമത്തെ ആളെ വിളിച്ചിട്ട്, നീ എത്ര കടം പെട്ടിരിക്കുന്നു ചോദിച്ചു. അന്നേരം അയാൾ എന്താ പറഞ്ഞിരിക്കുന്നത്? 100 പറ ഗോതമ്പ് എന്ന് പറഞ്ഞു. അവനോട് അവന്റെ ചീട്ട് വാങ്ങിയിട്ട് 80 എന്ന് എഴുതാൻ പറഞ്ഞു. ഓക്കെ, വീണ്ടും അവന്റെ റെസിപ്റ്റ് വാങ്ങിച്ചിട്ട് കട്ട് ചെയ്തിട്ട് എത്ര 100 എന്നുള്ളത് കുറച്ച് 80 ആക്കി. അന്നേരം ആർക്കാണ് ലാഭം? കൊടുക്കാനുള്ള ആൾക്ക് അല്ലെ. നഷ്ടം ആർക്കാണ്? ഓണർക്ക് നഷ്ടം. ഇയാൾ ഇങ്ങനെയൊക്കെ ചെയ്യുകയാണ്. ഇതിങ്ങനെ ചെയ്ത് ഇങ്ങനെ കുറെ ആൾക്കാർക്ക് ലാഭം ഉണ്ടാക്കി കൊടുക്കുക. ഇയാൾ എന്തിനാ ഇത് ചെയ്യുന്നത്? ഇങ്ങനെ ചെയ്യുന്നത് എന്തായിരിക്കും ഇയാളുടെ ഉദ്ദേശം? അറിയാം എന്തിനാ അയാൾ ചെയ്യുന്നതുകൊണ്ട് ഉദ്ദേശം? ഇങ്ങനെ
അത്രേ ഉള്ളൂ. എന്നിട്ട് ഇയാളെ ജോലി നേരെ ഇയാൾ പറഞ്ഞു വിടാൻ പോവാ, അല്ലെ? ഇയാളെ പറഞ്ഞു വിടുമെന്ന് ഉറപ്പായി. അന്നേരം ഇയാള് ബാക്കിയുള്ളവർക്ക് ലാഭം ഉണ്ടാക്കി കൊടുക്കുകയാണ്. എന്താണ് അയാൾ എന്താണ് ആദ്യം പറഞ്ഞത്? ആദ്യം ഇയാളെ കാരണം പറയുന്നുണ്ട്. വേഴ്സ് 5 എന്ത് എഴുതിയിരിക്കുന്നു? അല്ല, വേഴ്സ് 4. into their homes. അന്നേരം ഇയാൾ പറയണം, ഐ നോ വാട്ട് ഐ വിൽ ഡു, ആൻഡ് വെൻ ഐ എം റിമൂവ്ഡ് ഫ്രം ദ മാനേജ്മെന്റ് പീപ്പിൾ വിൽ വെൽക്കം മീ ഇൻ ടു ദെയർ ഹോംസ്. അന്നേരം ഇയാൾ എന്തിനാണ് ഇത് ചെയ്യുന്നത്? ഇങ്ങനെ ചെയ്യുന്നത്? ഇയാളെ മാനേജർ സ്ഥാനത്തുനിന്ന് പറഞ്ഞു വിട്ട് കഴിഞ്ഞാൽ ഇയാളെ വെൽക്കം ചെയ്യാനായിട്ട് കുറച്ച് ആൾക്കാർ വേണം. അന്നേരം അയാൾ വളരെ ബുദ്ധിപൂർവ്വമായിട്ടൊരു കാര്യം ചെയ്തു. എന്ത് ചെയ്തു? ഈ ആൾക്കാരെ ഹെൽപ്പ് ചെയ്യുമ്പോൾ ഈ ആൾക്കാർക്ക് ഇത്രയും ലാഭം ഉണ്ടായില്ലേ? അന്നേരം അവരെന്ത് ചെയ്യും? ഇയാളെ വെൽക്കം ചെയ്തിട്ട് ഇയാൾക്ക് ഒന്നുകിൽ അവർ ജോലി കൊടുക്കും, ഇല്ലെങ്കിൽ അവരുടെ വീട്ടിലോട്ട് വെൽക്കം ചെയ്ത് ഇയാൾക്ക് ബാക്കി ജീവിക്കാനായിട്ടുള്ള വകയുണ്ടാക്കും. ഇയാൾ എന്ത് ചെയ്തത്? ഇയാള് വളരെ ബുദ്ധിമാനല്ലേ? അയാൾ ചെയ്തത് ശരിയാണോ? ജൂവൽ അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? ഉണ്ടോ? ഇല്ലേ? പാടില്ല. ജൂവൽ അങ്ങനെ ചെയ്യാൻ പാടില്ല. പക്ഷെ ഇയാൾ അങ്ങനെ ജീവിക്കും. ഇയാളെ ജോലി എന്ന് പറഞ്ഞു വിട്ട് ഇയാൾക്ക് ജീവിക്കണ്ടേ? എന്നിട്ട് ഇയാൾ വളരെ ബുദ്ധിപൂർവ്വമായിട്ടൊരു കാര്യം ചെയ്തു. ഈ പറഞ്ഞത് ശരിയാണോ? ചെയ്തത് ശരിയാണോ? ജോയൽ ഓൺലൈനിലുണ്ടോ? ഒന്ന് പറയാം. ഇത് പറഞ്ഞ ഈ പാരബിൾ വായിച്ചിട്ടുണ്ടോ? ജോയൽ വായിച്ചിട്ടുണ്ടോ? ഓക്കെ, ഈ ചെയ്തത് ശരിയാണോ? ചെയ്തത് ശരിയല്ല. ഓക്കെ, ചെയ്തത് ഇങ്ങനെ തെറ്റായിട്ട് ചെയ്യുന്ന ഒരാളെ ഇങ്ങനത്തെ കാര്യം കേട്ട് കഴിഞ്ഞാൽ ഗോഡ് എന്ത് ചെയ്യും? ഗോഡ് പണിഷ് ചെയ്യും, അല്ലേ? ഇങ്ങനെ തെറ്റായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ. പക്ഷെ അടുത്ത വേഴ്സസിൽ എന്തോ അത് വായിച്ചിട്ടുണ്ടോ? ജോയൽ വായിച്ചിട്ടുണ്ടോ? ഈ പാരബിൾ വായിച്ചിട്ടുണ്ടല്ലോ, അല്ലേ? ഓക്കെ, അതിന് അടുത്ത വേഴ്സിൽ എന്തോ ചെയ്യുന്നേ? എന്താ പറയുന്നേ? നെക്സ്റ്റ് വേഴ്സ് വായിച്ചു. And the Lord commended the unjust steward because he had done wisely, for the children of this world. ഓക്കെ, അത്രയും ലോർഡ് എന്ന് പറയുന്നത് അവിടുത്തെ ആ യജമാനൻ, റിച്ച് മാൻ കമന്റ് ചെയ്യാണ്. എന്താണ് പറഞ്ഞത്? അഭിനന്ദിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ്? ഈ ആള് വൈസായിട്ട് കാര്യം ചെയ്തു. എന്നിട്ട് അയാളെ ശരിക്കും ഈ മാനേജർക്ക് നഷ്ടമല്ലേ വരുത്തിയ ആൾ? മാനേജർക്കല്ല, ഓണർക്ക് നഷ്ടമല്ലേ വരുത്തിയ? നഷ്ടം വരുത്തിയ ഒരാളെ എന്തിനാണ് കമന്റ് ചെയ്യുന്നത്, അഭിനന്ദിക്കുന്നത്? അയാള് വൈസായിട്ട് കാര്യം ചെയ്തോണ്ട്, അല്ലേ? അങ്ങനെ വൈസായിട്ടാണെങ്കിൽ ഇയാളൊരു ഇമ്മോറൽ കാര്യമല്ലേ ചെയ്തത്? അയാളെ എങ്ങനെ കമന്റ് ചെയ്യാവുന്നത്? അതിന് ഗോഡ് നമ്മളെ കമന്റ് ചെയ്യുമോ എന്നുള്ളതാണ് ചോദ്യം. നമ്മൾ വൈസാണ്, പക്ഷെ തെറ്റായിട്ടൊരു കാര്യം ചെയ്താൽ ഗോഡ് നമ്മളെ കമന്റ് ചെയ്യുമോ, നമ്മളെ പണിഷ് ചെയ്യും? പക്ഷെ ഇവിടെ എന്താണ്? എന്തുകൊണ്ടാണ് ഗോഡ് കമന്റ് ചെയ്യുന്നത്? പറയാമോ? ഐസക് പറയാമോ? വൈ ഗോഡ് ഈസ് കമന്റിങ്? ഇതിലാണെങ്കിൽ കിങ്ഡം ഓഫ് ഹെവനിൽ നമ്മളാണെങ്കിൽ നമ്മൾ നേരത്തെ ഈ മാസ്റ്ററിനെ പോലെ ആണെങ്കിൽ പ്രിപ്പയർഡ് ആയിരിക്കണം. മാസ്റ്ററിനെ പോലെ അതോ മാനേജറെ പോലെ? മാനേജറിനെ പോലെ. ഓക്കെ, അതിന്റെ ഒരു ഹോൾ കണ്ടന്റ് ആണ്. പക്ഷെ ഇവിടെ കമന്റ് ചെയ്യുന്നത് ആരാണ്? ഗോഡാണോ കമന്റ് ചെയ്യുന്നത്, അതോ മാസ്റ്ററാണോ കമന്റ് ചെയ്യുന്നത്? മാസ്റ്ററാണ് കമന്റ് ചെയ്യുന്നത്. ഈ പാരബിളിലെ ആ മാസ്റ്ററാണ് കമന്റ് ചെയ്യുന്നത്. അവിടെ മാസ്റ്റർ ലോർഡാണ്, ജീസസ് ക്രൈസ്റ്റ് ആണെന്ന് പറയുന്നില്ല. പറയാൻ മനസ്സിലായി? മാസ്റ്റർ കമന്റ് ചെയ്യുന്നത് എന്തിനാണ്? മാസ്റ്റർ കമന്റ് ചെയ്യുന്നതിന്റെ കാര്യം ഇയാൾക്ക് ഫ്യൂച്ചറിനെ പറ്റി വലിയ ചിന്തയുണ്ടായിരുന്നു, അല്ലെ? ഇയാളുടെ ജോലി പോയി കഴിഞ്ഞാൽ ഇയാളുടെ ഫ്യൂച്ചർ സെക്യൂർ ചെയ്യാനായിട്ട് ഇയാൾക്ക് വളരെ ബുദ്ധിപൂർവ്വമാണ് ഇയാൾ പ്രവർത്തിച്ചത്. അതായത് ആ ലോകത്തിലെ ഒരു മാസ്റ്ററാണ് കമന്റ് ചെയ്യുന്നത്. കാരണം എന്താണ്? മാസ്റ്റർക്ക് മനസ്സിലായി ഇയാളൊരു ബുദ്ധിയുള്ള ജോലിക്കാരനാണ്, ഒരു മണ്ടനല്ല. ഇയാളൊരു ഷ്രൂഡാണെങ്കിലും ഇയാൾ ബുദ്ധിയുള്ള ആളാണ്. ബുദ്ധിയുള്ള ആൾക്കാർ എന്ത് ചെയ്യും? ബുദ്ധിയുള്ള ആൾക്കാർ ഫ്യൂച്ചറിലേക്കുള്ള കാര്യം, നമ്മുടെ ജോലി പോവുകയാണെന്നോ വല്ലതും കാണുകയാണെങ്കിൽ, നമുക്കൊരു അപകടം വല്ലതും വരുവാണെങ്കിൽ നമ്മൾ നമ്മുടെ ഫ്യൂച്ചർ സെക്യൂർ ചെയ്യും, അല്ലെ? എന്നാൽ ഈ ബുദ്ധിയുള്ള ഈ മാനേജർ എന്ത് ചെയ്തു? അയാളുടെ ഫ്യൂച്ചർ സെക്യൂർ ചെയ്ത് കള്ളത്തരത്തിൽ കൂടെ ആണെങ്കിൽ. എന്നാൽ ഈ മാസ്റ്റർ അയാളുടെ കള്ളത്തരത്തിനെയല്ല അപ്രീഷിയേറ്റ് ചെയ്യുന്നത്, അയാളുടെ ബുദ്ധിയാണ് അപ്രീഷിയേറ്റ് ചെയ്യുന്നത്. കാരണം എന്താണ്? ഈസ് തിങ്കിങ് ഫോർ ദ ഫ്യൂച്ചർ. ഫ്യൂച്ചറിലേക്ക് ഇയാൾ കുറെ ഫ്രണ്ട്സിനെ ഉണ്ടാക്കി, അല്ലെ? ആ ഫ്രണ്ട്സിനെ ഇയാൾ കുറെ ഫ്രണ്ട്സ് ഉണ്ടാക്കി. അയാൾക്ക് കുറെ ഫ്രണ്ട്സ് ആയപ്പോൾ അയാൾ ഫ്യൂച്ചറിലേക്ക്. ഞാൻ പറഞ്ഞത് വേറൊരു പാരബിളിന്റെ കണ്ടിന്യൂവേഷൻ ആണ് ഈ പാരബിൾ.
ലൂക്ക് ചാപ്റ്റർ 15 അതില് നമ്മൾ ശ്രദ്ധിച്ചു വായിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാല് 2 സൺസ് ഉണ്ടായിരുന്നു. ആ സൺസിന് 2 പൈസ ഉണ്ടായിരുന്നു. പക്ഷെ അവർക്ക് ഇല്ലായിരുന്നു എന്താണെന്നറിയാമോ? അവർക്ക് ഫ്രണ്ട്സ് ഇല്ലായിരുന്നു. ആദ്യത്തെ സണ്ണ് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. പക്ഷെ ആ ഫ്രണ്ട്സിന് പൈസയൊക്കെ കൊടുത്ത് അവസാനം പൈസ തീർന്നു കഴിഞ്ഞപ്പോൾ ഫ്രണ്ട്സും പോയി, അല്ലേ? രണ്ടാമത്തെ സണ്ണിന് വീട്ടിൽ സ്വത്തുണ്ടായിരുന്നു. പക്ഷെ അയാൾക്കും ഫ്രണ്ട്സ് ഇല്ലായിരുന്നു. അയാൾ പറയുന്നുണ്ട് എന്റെ ഫ്രണ്ട്സിന്റെ കൂടെ ഞാൻ പോയി എൻജോയ് ചെയ്തിട്ടില്ല. പക്ഷെ ഈ മൂന്നാമത്തെ പാരബിളിൽ ഇയാൾ എന്താണ് ചെയ്തത്? ഇയാൾക്ക് പൈസ ഉണ്ടായിരുന്നപ്പം ഇയാൾ ആ പൈസ കൊണ്ട് അയാൾ എന്ത് ചെയ്തു? ആ പൈസയും കൊണ്ട് കുറെ ഫ്രണ്ട്സിനെ ഉണ്ടാക്കി. അതായത് നമ്മളുടെ ലൈഫിൽ അയാൾക്ക് വേണമെങ്കിൽ ആ പൈസ കൂട്ടി വെച്ചിട്ട് വേണമെങ്കിൽ ചിലവാക്കാൻ പറ്റും. അയാളുടെ പൈസ കൂട്ടി വെച്ചിട്ട് അയാൾക്ക് ഫ്യൂച്ചർ സെക്യൂർ ആയിരുന്നു. പക്ഷെ പൈസ കൂട്ടി വെച്ചാൽ പൈസയും പെട്ടെന്ന് ചിലവായി. പക്ഷെ ഫ്രണ്ട്സിനെ ഉണ്ടാക്കി എന്ത് പറ്റും? ആ ഫ്രണ്ട്സ് എപ്പോഴും ലാസ്റ്റ് ചെയ്യും. ആ ഫ്രണ്ട്സ് നമ്മളെ എപ്പോഴും ഹെൽപ്പ് ചെയ്യും, അല്ലേ? നമുക്കൊരു ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് നിൽക്കുന്നത് എന്താണ്? പൈസയാണോ ഫ്രണ്ട്സ് ആണോ? ശരിയായിട്ടുള്ള ഫ്രണ്ട്സ് ആണെങ്കിൽ നമ്മളെ ഫ്രണ്ട്സ് എപ്പോഴും നമ്മളെ സഹായിക്കും, അല്ലേ? അവരുടെ ബുദ്ധിമുട്ടുള്ള സമയത്ത് നമ്മൾ അവരെ ഹെൽപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അവർ നമ്മളുടെ ബുദ്ധിമുട്ടുള്ളപ്പോൾ നമ്മളെ അവർ ഹെൽപ്പ് ചെയ്യും. പൈസയാണെങ്കിൽ നമുക്ക് എപ്പോഴും കിട്ടാത്തത് വേണമെന്നില്ല. ഇയാളൊരു വൈസായിട്ടൊരു കാര്യമാണ് ചെയ്തത്. 2 കാര്യം ഇയാൾ വൈസായിട്ട് ചെയ്തു. എന്താണ്? ഇയാള് ഫ്രണ്ട്സിനെ ഉണ്ടാക്കി, അതുവഴി ഇയാളുടെ ഫ്യൂച്ചർ സെക്യൂർ ചെയ്യും. അതിൽ ഇയാളെ ഈ ഓണർ അപ്രീഷിയേറ്റ് ചെയ്യണം. അടുത്തത് പറയുന്നത് ജീസസ് ക്രൈസ്റ്റ് പറയുന്നത്. ആദ്യം പറഞ്ഞത് ആ വേഴ്സിൽ തന്നെ ആദ്യത്തെ ഭാഗം പറയുന്നത് ഓണറും, രണ്ടാമത്തെ ഭാഗം പറയുന്നത് ജീസസ് ക്രൈസ്റ്റ്. ഏതൊക്കെയാണ് ഓണർ പറയുന്നത്, ഏതൊക്കെയാണ് ജീസസ് ക്രൈസ്റ്റ് പറയുന്നത് പറയാമോ? ആ വേഴ്സിൽ ആദ്യത്തേത് വായിച്ചു. വേഴ്സ് 8 വായിച്ച്. അനീതിയുള്ള കാര്യവിചാരകൻ ബുദ്ധിയോട് പ്രവർത്തിച്ചത് കണ്ട് യജമാനൻ അവനെ പുകഴ്ത്തി. ഓക്കെ, യജമാനാണ് അവനെ പുകഴ്ത്തുന്നത്, അപ്രീഷിയേറ്റ് ചെയ്യുന്നത്. അടുത്ത വാക്യം പറയുന്നത് എന്താണ്? വേഴ്സസ് അടുത്ത വേഴ്സ് അവിടെ വേറെ ട്രാൻസ്ലേഷൻ വായിക്കാം. Because the people of this world are so much more shrewd than handling their affairs than the people who belong to the light. അതായത് ഷ്രൂഡ്, അയാളുടെ ബൈബിളിൽ എന്താ വെച്ചേക്കുന്നത്? സ്മാർട്ടർ. എന്റെ ബൈബിളിൽ എഴുതിയേക്കുന്നത് വൈസ് എന്നാണ്. സാമിന്റെ ബൈബിളിൽ വൈസ് എന്നാണ്, അല്ലേ? ഇത് പറയുന്നത് ജീസസ് ക്രൈസ്റ്റ്. ജീസസ് ക്രൈസ്റ്റ് പറയാണ് വേൾഡ്ലി പീപ്പിൾ, ദേ ആർ സ്മാർട്ട്, ദേ ആർ ഷ്രൂഡ് ആൻഡ് ദേ ആർ വൈസ്. എന്തില്? അവരുടെ ഫ്യൂച്ചർ സെക്യൂർ ചെയ്യുന്ന കാര്യത്തിൽ. ആരേക്കാൾ? ചിൽഡ്രൻ ഓഫ് ലൈറ്റിനേക്കാൾ. ഞാൻ പറയാൻ ശ്രദ്ധിച്ചിരിക്കണം. അന്നേരം ജീസസ് ക്രൈസ്റ്റ് ഇതിൽ കൂടെ പറയാൻ ട്രൈ ചെയ്യുന്നത് എന്താണെന്നറിയാം? ചിൽഡ്രൻ ഓഫ് ലൈറ്റിന് വേൾഡ്ലി പീപ്പിളിൽ നിന്ന് എന്തെങ്കിലും പഠിക്കാനായിട്ടുണ്ടോ? നമുക്ക് വേൾഡ്ലി ആൾക്കാരിൽ നിന്ന് എന്തെങ്കിലും പഠിക്കാനായിട്ടുണ്ടോ? അതോ ഓൺലി സ്പിരിച്വൽ ആൾക്കാരിൽ നിന്ന് പഠിക്കാം ഉണ്ടോ? ജെറൂഷ, നമുക്ക് വേൾഡ്ലി ആൾക്കാരിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ പഠിക്കാനുണ്ടോ? ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ട്, ശ്രദ്ധിക്കുന്നുണ്ട്. എന്തെങ്കിലും ഉണ്ടോ പഠിക്കാൻ? ഒന്നുമില്ല, അറിയത്തില്ല. ഓക്കെ, വേൾഡ്ലി ആൾക്കാരിൽ നിന്ന് എന്തെങ്കിലും പഠിക്കാനുണ്ടോ? ജൂബൽ ഉണ്ടോ? ഒന്നുമില്ല. ഐസക് ഉണ്ടോ? നമുക്ക് വേൾഡ്ലി ആൾക്കാരിൽ നിന്ന് നമുക്ക് പഠിക്കാനായിട്ട് എന്തെങ്കിലും ഉണ്ടോ? അതൊന്നുമില്ലേ? വേൾഡ്ലി ആൾക്കാരിൽ നിന്ന് എന്താ ഈ മാനേജർ ചെയ്തതുപോലെ തന്നെ നമ്മുടെ ഫ്യൂച്ചർ ഇത് ചെയ്യാനായിട്ട് ക്രിസ്ത്യൻ ലൈഫ്. വേൾഡ്ലി ആൾക്കാരിൽ നിന്ന് പല കാര്യങ്ങൾ പഠിക്കാനുണ്ട്, അല്ലെ? വേൾഡ്ലി ആൾക്കാരിൽ നിന്ന് പല കാര്യങ്ങൾ നമ്മൾ ബൈബിളിൽ നിന്ന് മാത്രമല്ല കാര്യങ്ങൾ പഠിക്കുന്നത്. ഒരാൾ നമ്മുടെ കൂടെയുള്ള ഒരാൾ ഒരു അബദ്ധം ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് പഠിക്കത്തില്ല. അയാൾ ചെയ്തൊരു അബദ്ധമാണെന്ന് പഠിക്കത്തില്ല. അയാളൊരു നല്ല കാര്യം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ലതാണെന്ന് പഠിക്കത്തില്ല, അല്ലേ? ഇപ്പൊ വേൾഡ്ലി ആൾക്കാർ പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് നല്ലപോലെ. എന്നിട്ട് അത് ചിലപ്പം നമുക്കതിൽ നിന്ന് പഠിക്കാൻ ഒക്കത്തില്ലേ? നല്ല എങ്ങനെയാണ് പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്നത്? ചിലപ്പോൾ നമ്മൾ പൈസ എല്ലാം ചിലവാക്കി കഴിഞ്ഞാൽ നമ്മൾ നേരെ വേൾഡ്ലി ആൾക്കാരിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. എന്നിട്ട് ജീസസ് ഇവിടെ പറയുന്നത് വേൾഡ്ലി ആൾക്കാർ ബുദ്ധിയുള്ളവരാണ്, അവരിൽ നിന്നും സ്പിരിച്വൽ ആൾക്കാർക്ക് പഠിക്കാനുണ്ട്. എന്താ പഠിക്കാനുള്ളത്? വേൾഡ്ലി ആൾക്കാർ എങ്ങനെയാണ് പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്നത് മനസ്സിലാക്കി, സ്പിരിച്വൽ ആൾക്കാർ വേൾഡ്ലി ആൾക്കാർ പൈസയും കൊണ്ട് എങ്ങനെയാണ് ഫ്രണ്ട്സിനെ ഉണ്ടാക്കുന്നത് എന്ന് മനസ്സിലാക്കി നമ്മളും പൈസയും കൊണ്ട് ഫ്രണ്ട്സിനെ ഉണ്ടാക്കും. അങ്ങനെയാണ് ജീസസ് ക്രൈസ്റ്റ് പറയുന്നത്. അങ്ങനെയാണോ പറയുന്നത്? അങ്ങനെയാണോ പറയുന്നത്? വേൾഡ്ലി ആൾക്കാർ പൈസയും കൊണ്ട് എന്ത് ചെയ്യുന്നത്? പൈസയും കൊണ്ട് ഇവിടെ ഈ പാരബിളിൽ പറഞ്ഞിരിക്കുന്നത് ഫ്രണ്ട്സിനെ ഉണ്ടാക്കണം. ഒരുപാട് ഫ്രണ്ട്സിനെ ഉണ്ടാക്കണം. പൈസ ഉള്ളവർക്ക് ഫ്രണ്ട്സ് ഉണ്ടാവും, അല്ലേ? അല്ലെ? ജീസസ് ക്രൈസ്റ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഇതേപോലെ തന്നെ വേൾഡ്ലി ആൾക്കാര് പൈസയും കൊണ്ട് ഫ്രണ്ട്സിനെ ഉണ്ടാക്കുന്നത് പോലെ സ്പിരിച്വൽ ആൾക്കാരും എന്ത് ചെയ്യണം? പൈസയും കൊണ്ട് ഫ്രണ്ട്സിനെ ഉണ്ടാക്കും. കറക്റ്റ് ആണോ? കറക്റ്റ് ആണോ? അല്ലേ?
അങ്ങനെ പറയുന്നുണ്ടോ ആ പാരബിളിൽ? എവിടെ പറയുന്നത്? വേഴ്സ് എത്ര? വേഴ്സ് 9 എന്തോ പറയുന്നത്? Say unto you, give yourselves friends of the path of unrighteousness, that when ye fail, they may receive you into everlasting life. അന്നേരം അവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? സാമിന്റെ ബൈബിൾ ഭയങ്കര കട്ടിയുള്ള വാക്കുകളിലൊക്കെ എഴുതിയിരിക്കുന്നത്. പക്ഷെ ഈ ബൈബിളൊന്നും ചിലപ്പോൾ വായിക്കുന്നില്ല. കുറച്ച് ഞാൻ പറഞ്ഞ കുറച്ചുകൂടെ സിമ്പിൾ ആയിട്ടുള്ള ബൈബിൾ എടുക്കുക, ബൈബിൾസ് വായിച്ച് മനസ്സിലാക്കുക, അതൊക്കെ പഠിക്കാനാണെങ്കിൽ. ഓക്കെ, സിമ്പിൾ ബൈബിൾ ഒക്കെ വിട്ടിട്ട് സിമ്പിൾ ആയിട്ടുള്ള ബൈബിൾ ആയാലും മതി. Went on to say, and so I tell you, make friends for yourselves. Make friends for yourself With worldly wealth. With worldly wealth. Okay, അവിടെ സ്റ്റോപ്പ് ചെയ്യാം. ജീസസ് ക്രൈസ്റ്റ് തന്നെ പറയുന്നത്. ജീസസ് ക്രൈസ്റ്റ് പറയാണ് മേക്ക് ഫ്രണ്ട്സ് വിത്ത് വേൾഡ്ലി വെൽത്ത്. അതാണ് ജീസസിന്റെ ടീച്ചിങ്. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഇനി മുതൽ നിങ്ങൾക്ക് പൈസ ഉണ്ടായി കഴിയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ജോയൽ, പൈസ ഉണ്ടായി കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ജീസസ് ക്രൈസ്റ്റ് പഠിപ്പിക്കുന്നത്. ഞാനിപ്പോ പറഞ്ഞാ ചോദിക്കുന്നത്, ഞാൻ വേറൊന്നുമല്ല. പൈസ ഉണ്ടാവുമ്പോ നമ്മൾ എന്ത് ചെയ്യണമെന്ന് ജീസസ് ക്രൈസ്റ്റ് പഠിപ്പിക്കുന്നത്? നമ്മൾ ഫ്രണ്ട്സിനെ ഉണ്ടാക്കണം. പൈസയും കൊണ്ട് നമ്മൾ ഫ്രണ്ട്സിനെ ഉണ്ടാക്കണം, അല്ലേ? നമ്മൾ പൈസ കൊണ്ട് എങ്ങനെ ഫ്രണ്ട്സിനെ ഉണ്ടാക്കുന്നത്? അവരെ ഹെൽപ്പ് ചെയ്ത് പൈസ, എന്നിട്ട് നമ്മൾ പൈസ അവർക്ക് കൊടുക്കണം, അവരെ ഹെൽപ്പ് ചെയ്യണം, ഇല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചു കൊടുക്കണം. അങ്ങനെ നമ്മൾ ഫ്രണ്ട്സിനെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് എന്തുണ്ടാവും? പ്രയോജനം. അതുകൊണ്ട് എന്താ നമുക്ക് പ്രയോജനം ഉണ്ടാവുന്നില്ല? നമ്മുടെ പൈസ തീർന്നു കഴിയുമ്പോ അവര് നമ്മളെയും ഹെൽപ്പ് ചെയ്യും. നമ്മുടെ പൈസ തീർന്നു കഴിയുമ്പോ അവര് നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അതാണോ ജീസസ് ക്രൈസ്റ്റ് അവിടെ പറയുന്നത്? ആണോ? ഇനി ഇത് നിങ്ങൾ പറയാം, അത് വായിച്ചിട്ട്. അതാണോ ജീസസ് ക്രൈസ്റ്റ് അവിടെ ഉദ്ദേശിക്കുന്നത്? നിങ്ങളുടെ അതൊരു വേൾഡ്ലി അഡ്വൈസ് ആണ്, എല്ലാവർക്കും അറിയാവുന്ന അഡ്വൈസാണ്. പൈസ ചെലവാക്കി ഫ്രണ്ട്സിനെ ഉണ്ടാക്കണം. അതാണോ അവിടെ പറയുന്നത്? അതാണോ പറയുന്നത്? എന്താ അവിടെ ഉദ്ദേശിക്കുന്നത്? എന്താണ്? ഓക്കെ, ഏകദേശം അതാണ് കറക്റ്റ്. നമുക്ക് വേൾഡ്ലി ഫ്രണ്ട്സിനെ കുറെ ആൾക്കാരെ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എറ്റേണിറ്റിയിൽ പ്രയോജനമുണ്ട്. ഇവിടെ ജീസസ് ക്രൈസ്റ്റ് പറയുന്നത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ വേൾഡ്ലി ആൾക്കാർ ഫ്രണ്ട്സിനെ ഉണ്ടാക്കുന്നതിൽ കൂടെ നമുക്ക് എറ്റേണിറ്റിയിൽ എങ്ങനെ ഫ്രണ്ട്സിനെ ഉണ്ടാക്കാം എന്നുള്ളത് പഠിക്കണമെന്നാണ് പറയുന്നത്. അവിടെ ഒരു എറ്റേണൽ ക്വാലിറ്റിയെ പറ്റി പറയുന്നുണ്ട്. ഞാൻ പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യം അവിടെ വാക്യം വരുത്തില്ല. എറ്റേണൽ ഹാബിറ്റേഷൻ എന്ന് അവിടെ പറയുന്നുണ്ട്. വായിച്ചിട്ടുണ്ടോ? അതെന്താ എഴുതിയിരിക്കുന്നത് ഷാറിന്റെ ബൈബിളിൽ? എറ്റേണൽ ഹോം. ഈ ആദ്യത്തെ മാനേജർ എന്തോ പറഞ്ഞേ? അയാൾ എന്നെ ജോലി എന്ന് പറഞ്ഞു വിട്ട് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്ന് പറഞ്ഞു. ഞാൻ ഇങ്ങനെ ഇവരെ ഹെൽപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു. എവിടെ വെൽക്കം ചെയ്യുമെന്നാണ്? വീട്ടിലോട്ട് വെൽക്കം ചെയ്യാനായിട്ട് കൂട്ടുകാരുമാണ്, അല്ലെ? അതേപോലെ ഇവിടെ എറ്റേണൽ ഹോമിലോട്ട് വെൽക്കം ചെയ്യാനായിട്ട് കുറെ കൂട്ടുകാരെ നമ്മൾ ഇവിടെ വെച്ച് ഉണ്ടാക്കണം. എങ്ങനെ? വേൾഡ്ലി വെൽത്തും കൊണ്ട്. പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? എങ്ങനെ അത് ഉണ്ടാക്കുന്നത്? നമ്മുടെ വേൾഡ്ലി വെൽത്തും കൊണ്ട് എറ്റേണിറ്റിയിൽ നമുക്ക് ഫ്രണ്ട്സ്, നമ്മളെ റിസീവ് ചെയ്യാനായിട്ട് ഫ്രണ്ട്സിനെ എങ്ങനെ ഉണ്ടാക്കും? അങ്ങനെ ഉണ്ടാക്കും. ഇവിടുത്തെ ആ മാനേജറുടെ കൂട്ട് ഭൂമിയിൽ നമുക്ക് ഫ്രണ്ട്സിനെ ഉണ്ടാക്കാനായിട്ട് പറ്റും. അവര് നമ്മളെ വീട്ടിലോട്ട് റിസീവ് ചെയ്യുകയും ചെയ്യും. പക്ഷെ എറ്റേണൽ ഹോമിലോട്ട് നമ്മളെ റിസീവ് ചെയ്യാൻ ആൾക്കാരെ എങ്ങനെ ഉണ്ടാക്കാൻ പറ്റും? പണം കൊണ്ട്. നമ്മുടെ പൈസ എറ്റേണിറ്റിയിൽ വാല്യൂ ചെയ്യുന്ന രീതിയിൽ നമ്മൾ ഉപയോഗിക്കാൻ പറ്റും. എങ്ങനെയാണ്? നമ്മളുടെ പണവും കൊണ്ട് നമ്മൾ സുവിശേഷം പറയാനായിട്ട് ഒരാള് നമ്മൾ ഏൽപ്പിക്കുകയാണ്, അല്ലെങ്കിൽ സുവിശേഷ വേലയ്ക്ക് നമ്മൾ കൊടുക്കുകയാണ്. അയാൾ അതുകൊണ്ട് ഒരാളെ സുവിശേഷം പറയാണ്, അയാൾ സുവിശേഷം കേട്ട അയാൾ രക്ഷിക്കപ്പെടുകയാണ്. അയാൾ എവിടെ പോകും? അയാൾ സ്വർഗത്തിൽ പോകും. അയാൾ സുവിശേഷം കേൾക്കാനുള്ള കാരണം വെൽത്ത് എവിടുന്നാണ്? നമ്മളുടെ വേൾഡ്ലി വെൽത്ത് കൊണ്ടാണ്, അല്ലേ? കറക്റ്റ് അല്ലേ? ഇല്ലെങ്കിൽ സുവിശേഷം പറയാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നു, ഇല്ലെങ്കിൽ നമ്മുടെ വെൽത്ത് ഉപയോഗിച്ച് നമ്മൾ സുവിശേഷം പറയുന്നു. സുവിശേഷം പറയുന്നു പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ രീതിയിലും ബൈബിളിലെ കാര്യങ്ങൾ, സ്പിരിച്വൽ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മളുടെ വെൽത്ത്, നമ്മുടെ ഹെൽത്ത് ഒക്കെ നമ്മൾ ആൾക്കാരിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ, ആൾക്കാർക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അവരെവിടെ ചെല്ലും? അവര് എറ്റേണിറ്റിയിൽ ചെന്നിട്ട് നമ്മളെ റിസീവ് ചെയ്യും, അല്ലേ? നമ്മൾ അവിടെ ചെല്ലുമ്പോൾ നമ്മളെ റിസീവ് ചെയ്യാൻ ആൾക്കാർ വേണ്ട. നമ്മൾ സ്വർഗത്തിൽ നമ്മൾ ഒറ്റയ്ക്ക് പോയാൽ മതി? അല്ല, കുറെ ആൾക്കാർ നമ്മുടെ കൂടെ കാണും, അല്ലേ? അവർ നമ്മുടെ കൂടെ കാണണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അവർ സ്വർഗത്തിൽ പോകും.
അല്ലേ? അവർ സ്വർഗത്തിൽ പോകണമെങ്കിൽ എങ്ങനെയാണ്, എന്ത് ചെയ്യണം? നമ്മളവരെ അവിടുത്തെ സുവിശേഷം പറയണം, ഇല്ലെങ്കിൽ സുവിശേഷം അവർ കേൾക്കാനായിട്ടുള്ള അവസരം ഉണ്ടാക്കണം. അതിന് നമ്മുടെ വെൽത്ത് ഉപയോഗിക്കണം, നമ്മുടെ ഹെൽത്ത് ഉപയോഗിക്കണം. ഈ കാര്യങ്ങൾ കൊണ്ട് നമുക്ക് കുറെ ആൾക്കാരെ സ്വർഗത്തിലോട്ട് അയക്കാൻ പറ്റും. നമുക്ക് മുമ്പേ ചിലപ്പോൾ കുറെ ആൾക്കാരെ അയക്കാൻ പറ്റും, അല്ലേ? അവരവിടെ ചെന്നിട്ട് അവർ ചിലപ്പോൾ നമുക്ക് അറിയുന്ന പോലും ഇല്ലായിരിക്കും. നമ്മൾ ചിലപ്പോൾ സുവിശേഷ വിലയ്ക്ക് വേണ്ടിയിട്ട് ചെലവാക്കുന്ന കാര്യമില്ലെങ്കിൽ സുവിശേഷം പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെലവാക്കുന്ന കാര്യം, ഇല്ലെങ്കിൽ നമ്മൾ പ്രസംഗിക്കുന്ന കാര്യം, നമ്മളെല്ലാം നമ്മുടെ ടൈമും എനർജിയും ഒക്കെ നമ്മൾ അതിനുവേണ്ടി സ്പെൻഡ് ചെയ്യാം. അതുകൊണ്ട് എന്താ പ്രയോജനം ഉണ്ടാവുന്നത്? നമ്മൾ ഈ ഭൂമിയിൽ നമുക്കൊരു കമ്പനിയിൽ ജോലി ചെയ്ത് നമ്മൾ പൈസ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നമുക്ക് വീട്ടിൽ ഇല്ലെങ്കിൽ നമുക്ക് ഭൂമിയിൽ കുറെ പൈസ ഉണ്ടാവുന്ന പോലെ തന്നെ എറ്റേണിറ്റിയിലോട്ട് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ആൾക്കാരെ നമുക്ക് അങ്ങോട്ട് അയക്കാനായിട്ട് പറ്റും. അവര് നമ്മളെ വെൽക്കം ചെയ്യാനായിട്ട് റെഡി ആയിട്ടിരിക്കും. അന്നേരം ജീസസ് ക്രൈസ്റ്റ് ഇതിൽ കൂടെ ലോകത്തിലെ ആൾക്കാരുടെ കാര്യത്തിൽ നിന്നും നമ്മൾ പഠിക്കണമെന്ന് പറയുന്ന പാഠം എന്താണ്? എങ്ങനെയാണോ ലോകത്തിലെ ആൾക്കാർ അവരുടെ ഫ്യൂച്ചർ സെക്യൂർ ചെയ്യാനായിട്ട് ഫ്രണ്ട്സിനെ ഉണ്ടാക്കുന്നത്, അതേപോലെ തന്നെ നമുക്ക് എറ്റേണിറ്റിയിലോട്ട് നമ്മുടെ ഇവിടുത്തെ വെൽത്ത് വെച്ചിട്ട് നമുക്ക് ഫ്രണ്ട്സിനെ ഉണ്ടാക്കാം. മനസ്സിലായി? നമുക്ക് ഒരു ഫ്രണ്ട്സും ഇല്ലാതെ നമുക്ക് അവിടെ പോകാനായിട്ട് പറ്റത്തില്ല. നമുക്കങ്ങനെ പോകാനായിട്ട് പറ്റും, പക്ഷെ അത് അങ്ങനെയല്ല കർത്താവ് പറയും. നേരെ കർത്താവ് ഇവിടെ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എറ്റേണിറ്റി പെർസ്പെക്റ്റീവ്, രക്ഷിക്കപ്പെട്ട എറ്റേണൽ ലൈഫ് ലഭിച്ചെല്ലാവർക്കും. എറ്റേണൽ ലൈഫ് നമ്മൾക്ക് അവിടെ പോകണമെന്നാമത്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത് എങ്ങനെയാണ് എറ്റേണൽ ലൈഫ് ലഭിക്കുക എന്നുള്ളത്. എങ്ങനെയാണ്? ബിലീവിങ് ഇൻ ജീസസ് ക്രൈസ്റ്റ്. ആ ജീസസ് ക്രൈസ്റ്റ് എന്നുള്ള വ്യക്തിയിൽ ബിലീവ് ചെയ്യുക. ആ റിലേഷനിൽ കൂടാണ് നമ്മൾ എറ്റേണൽ ലൈഫിലേക്ക് ചെല്ലുന്നത്. പക്ഷെ എറ്റേണൽ ലൈഫിലോട്ട് നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാനും പറ്റും. നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാനായിട്ട് പറ്റും. ആൾക്കാരെ അങ്ങോട്ട് അയക്കാനായിട്ട് പറ്റും. ആൾക്കാർ നമ്മൾ റിസീവ് ചെയ്യാനായിട്ട് നിൽക്കും. നമുക്ക് എറ്റേണിറ്റിയിൽ നിലനിൽക്കുന്ന കുറെ ഇൻവെസ്റ്റ്മെന്റ് ആണ്, അല്ലേ? നമ്മൾ മരിച്ചു കഴിയുമ്പോഴേക്കും നമ്മൾ ഈ ഭൂമിയിലുള്ള എല്ലാ ഇൻവെസ്റ്റ്മെന്റും കഴിയും, അല്ലെ? പിന്നെ നമുക്ക് ഈ ഭൂമിയിലെ ബാങ്കിൽ നിന്ന് നമുക്കൊരു കേടി നമുക്ക് സ്വർഗത്തിലോട്ട് കൊണ്ടുപോകും. മരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടനെ അത് കഴിഞ്ഞു, അല്ലേ? അതോടുകൂടി നമ്മൾ കഴിഞ്ഞു. നമ്മൾക്ക് കുറെ കഴിവുകളുണ്ട്, കുറെ ഡിഗ്രി ഉണ്ട്. ആ ഡിഗ്രി കൊണ്ട് സ്വർഗത്തിൽ വല്ല പ്രയോജനമുണ്ട്? നമ്മുടെ ക്വാളിഫിക്കേഷൻ കൊണ്ട് പ്രയോജനമുണ്ട്? നമ്മുടെ ഫെയിം കൊണ്ട് പ്രയോജനമുണ്ട്? നമ്മുടെ ആരോഗ്യം കൊണ്ട് പ്രയോജനമുണ്ട്? ഒന്നുമില്ല. ഇതെല്ലാം ഈ ഭൂമി മരിക്കുന്നതോട് കഴിയും. പക്ഷെ സ്വർഗത്തിലോട്ട് പോകുന്ന എന്താണ്? സ്വർഗത്തിലോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന എന്തൊക്കെയുണ്ടെന്ന് പറയാം. സ്വർഗത്തിൽ നിന്ന് കൊണ്ടുപോകാൻ പറ്റാത്ത എന്തൊക്കെയുണ്ട്? പിന്നെ അതിന് വലിയ ബൈബിളിൽ നിന്നും പറയുന്നത് നിങ്ങൾ സാധാരണ ചിന്തിക്കുന്നതാണ്. പൈസ കൊണ്ടുപോകത്തില്ല, വേറെന്തോ കൊണ്ടുപോകത്തില്ല. വെൽത്തും കാര്യമാണ് പൈസയും. ബാക്കി എന്തോ കൊണ്ടുപോകത്തില്ല. വീടും സ്വത്തും ഒന്നും കൊണ്ടുപോകത്തില്ല. വേറൊന്നും കൊണ്ടുപോകത്തില്ല. നമ്മുടെ ഫെയിം, നമ്മുടെ പ്രശസ്തി, ഇതൊന്നും കൊണ്ടുപോകാനായിട്ടൊക്കത്തില്ല, അല്ലെ? നമുക്ക് ഈ ലോകത്തിലുള്ള മെറ്റീരിയൽ ആയിട്ടുള്ള ഒന്നും കൊണ്ടുപോകത്തില്ല. നമ്മളുടെ ഒരു കാര്യം, നമ്മളുടെ സൗന്ദര്യം നമുക്കുണ്ട്, ആരോഗ്യമുണ്ട്, ഇതൊന്നും നമുക്ക് അങ്ങോട്ട് കൊണ്ടുപോകത്തില്ല. ഇതെല്ലാം മരിച്ചു കഴിയുന്നതോടുകൂടി മണ്ണിനകത്ത് പോകും. കറക്റ്റ് അല്ലേ? ഇതൊന്നും കൊണ്ടുപോകാനായിട്ടൊക്കത്തില്ല. ഈ കാര്യം എന്താണ്? ഈ മെറ്റീരിയൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും നമുക്ക് സ്വർഗത്തിൽ കൊണ്ടുപോകാൻ പറ്റാത്തതിന്റെ കാര്യം എന്താണെന്ന് അറിയാം? ഇതൊന്നും നമ്മുടേതല്ല. ഈ ലോകത്തിൽ നമുക്ക് കുറച്ചാൾ അനുഭവിക്കാനായിട്ട് കിട്ടുക. ഇത് നമ്മൾ ഇതൊന്നും പോകത്തില്ല. നമ്മുടെ കയ്യിൽ നിന്ന് വേറൊരാൾക്ക് പോകും, വേറൊരാളത് എടുത്തോളൂ, അല്ല? നമ്മൾ മരിച്ചു കഴിയുമ്പോൾ എന്തെങ്കിലും നമ്മുടെ മക്കള്, അല്ലെങ്കിൽ മക്കളില്ലാത്തവരാണെങ്കിൽ നാട്ടുകാർ, അല്ലെങ്കിൽ ഗവൺമെന്റ് ഇതൊക്കെ കൊണ്ടുപോകും, അല്ലേ? ഇതൊക്കെ വേറെ ആരുടെ ആയിരുന്നു. നമ്മൾ കുറച്ചാൾ ഈ ഭൂമി വന്നപ്പോൾ യൂസ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. ഇത് നമ്മുടേതല്ലാത്തതുകൊണ്ടാണ് നമ്മളുടെ ഇന്ന് ഇത് പോകുന്നത്. ഓക്കെ, സ്വർഗത്തിലോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന എന്തെങ്കിലുമൊക്കെ ഉണ്ട്? എന്തെങ്കിലും ഉണ്ടോ? എന്ത് പറയാം? നമ്മൾ ചെയ്ത ഗുഡ് ഡീഡ്സിന് അവിടെ പ്രതിഫലം ഉണ്ടാവും. അത് എറ്റേണലായിട്ട് പ്രതിഫലമാണ്, അല്ലേ? അതേപോലെ തന്നെ ഇവിടെ പറഞ്ഞല്ലോ, നമുക്ക് കുറെ ഗുഡ് ഫ്രണ്ട്സിനെ എറ്റേണിറ്റിയിലോട്ട് കൊണ്ടുപോകാനായിട്ടുണ്ട്. കുറെ ഗുഡ് ഡീഡ്സ് നമ്മുടേത് അവിടെ ഫോളോ ചെയ്യും. നമ്മളുടെ ഗുഡ് ഫ്രണ്ട്സ് അവിടെ ഉണ്ടാവും. പിന്നെ നമ്മൾക്ക് വേറൊരു കാര്യം കൂടെ ഉണ്ട്. നമ്മൾ ജീസസ് ക്രൈസ്റ്റ് പറഞ്ഞ ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്ന കാര്യത്തിന് മൾട്ടിപ്ലൈഡ് ആയിട്ടുള്ള റിസൾട്ട് അവിടെ കിട്ടും. ജീസസ് പറഞ്ഞറിയാം, ഒരു ഗ്ലാസ് വാട്ടർ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന് 100 മടങ്ങ് പ്രതിഫലം കിട്ടുമെന്ന് പറയും, അല്ലെ? അങ്ങനെ പല കാര്യങ്ങളും നമുക്ക് എറ്റേണിറ്റിയിലോട്ട് കൊണ്ടുപോകാൻ പറ്റും. നമ്മുടെ ക്യാരക്ടർ നമ്മൾ എറ്റേണിറ്റിയിലോട്ട് കൊണ്ടുപോകും. നമ്മുടെ ശരീരവും നമ്മുടെ ബ്യൂട്ടി ഒന്നും കൊണ്ടുപോകത്തില്ലെങ്കിലും നമ്മുടെ സ്വഭാവം നമ്മൾ എറ്റേണിറ്റിയിലോട്ട് കൊണ്ടുപോകും. ആ സ്വഭാവം അനുസരിച്ചായിരിക്കും നമുക്ക് അവിടെ വാല്യൂ ചെയ്യുന്നത്. നേരം ജീസസ് ക്രൈസ്റ്റ് ഈ പറയുന്ന പാരബിളിൽ കൂടി പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഭൂമിയിലുള്ള ആൾക്കാർ എത്ര ബുദ്ധിയോടുകൂടി പണം ചെലവഴിച്ച് ഫ്രണ്ട്സിനെ ഉണ്ടാക്കി അവിടെ ഫ്യൂച്ചർ സെക്യൂർ ചെയ്യുന്നത് പോലെ എറ്റേണൽ ലൈഫ് ലഭിച്ച ആൾക്കാർ എന്ത് ചെയ്യണം? അവർ എറ്റേണിറ്റിയിലോട്ട് ഇൻവെസ്റ്റ്മെന്റ് നടത്തും. അതിനെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ
അതിലുള്ള പല കാര്യങ്ങളിലൊന്നാണ് ബൈബിൾ പഠിക്കുക എന്നുള്ളതും ബൈബിൾ സ്റ്റഡി പഠിക്കുക എന്നൊക്കെ ഉള്ളത്. അന്നേരം ഇതൊക്കെ നമ്മൾ സീരിയസ് ആയിട്ട് നമുക്ക് എറ്റേണിറ്റിയിലേക്കുള്ള ഇൻവെസ്റ്റ്മെന്റുകളായിട്ട് നമ്മൾ യൂസ് ചെയ്യണം. അതാണ് ഈ പാരബിൾ കൂടെ ഡിസ്കസ് പറയുന്നത്. ഓക്കെ, മനസ്സിലായല്ലോ അല്ലേ? ഓക്കെ, എന്തെങ്കിലും സംശയങ്ങളുണ്ടോ ചോദിക്കാനായിട്ട് ഈ പറഞ്ഞ പാരബിൾ? നിങ്ങൾക്ക് ഈ പാരബിളൊന്നും ആദ്യമായിട്ട് കേൾക്കുന്നതുകൊണ്ട് ചിലപ്പോൾ ആദ്യമായിട്ട് കേൾക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ സംശയങ്ങളൊന്നും ഉണ്ടാവും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഇതിൽ മനസ്സിലാക്കാനായിട്ട്? ഓൺലൈനിലുള്ളവർക്ക് എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല അല്ലേ? ഓക്കെ, സോ വിൽ ക്ലോസ് ബൈ പ്രയർ.